പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, ഈ പ്രഭാതത്തിൽ അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നു. അങ്ങയുടെ നാമം വിളിച്ച് അപേക്ഷിക്കുന്ന ഒരു മകൻ പോലും ഒരു മകൾ പോലും കർത്താവ് ലജ്ജിക്കാൻ ഇടയാക്കില്ല എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരിച്ചുവരെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിന്റെ തിരുവിലാല മുറിവിനെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ കുമ്പിട്ട് ആരാധിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാൽ മുറിവേറ്റവനെ, കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കട ചൂടിയവനെ, കർത്താവേ, നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഈ ഭാരപ്പെട്ട മക്കള്, കർത്താവേ, ഇന്ന് ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, അധ്വാനിക്കുന്നതിനും ഭാരം വഹിക്കുന്നതിൻ്റെയൊക്കെ വരിക ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ നടത്ത കർത്താവേ, നിൻ്റെ ആശ്വാസം അക്ഷരാർത്ഥത്തിൽ ഈ പ്രാർത്ഥന കൊണ്ട് ഞങ്ങളുടെ മക്കളെ അനുഭവിക്കാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ഏത് കാര്യത്തിന് വേണ്ടിയാണോ, ഏത് കാര്യത്തിന് വേണ്ടി അങ്ങനെ മക്കൾ ഇപ്പോഴും ഭാരപ്പെട്ടിരിക്കുന്നത്, ആ വിഷയത്തിൽ കർത്താവ് ഇന്ന് രാത്രി 7 മണിക്കുള്ളിൽ ഒരു പരിഹാരം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ സാമ്പത്തിക വിഷയമാകാം, കോടതി കേസാകാം,
വസ്തു വിൽപ്പനയോ വാങ്ങലോ ആകാം, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കത്താകാം, അല്ലെങ്കിൽ ഒരു ഇമെയിലാകാം, അല്ലെങ്കിൽ ഒരു അനുവാദമാകാം. എന്താണ് ഈശോ തടഞ്ഞു നിർത്തിയിരിക്കുന്നത്? ആ തടസ്സമെല്ലാം 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാണ്. കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ ഈശോ നാമത്തിൽ മാറിപ്പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. രോഗികൾ, പീഡിതരെ, മനപ്രയാസമുള്ളവർ, കുടുംബം തകർന്നുകൊണ്ടിരിക്കുന്നവർ, മക്കളെ ഓർത്ത് വേദി കൊള്ളുന്നവർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, കർത്താവ് അവർക്കെല്ലാം കർത്താവേ നിന്റെ സാന്ത്വനം നൽകിയൊരു പുതിയ വഴി അവരെ കൊണ്ട് തന്നെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി കർത്താവ് നീ അവരെ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. പീഡിതരെ, സാമ്പത്തിക ബാധ്യത വിഷമിക്കുന്നവരെ, കേസ് അകപ്പെട്ടിരിക്കുന്നവരെ, ഭീഷണിക്ക് വന്നിരിക്കുന്നവരെ, ഓരോരുത്തരും ഡേറ്റ് പറഞ്ഞതിന് ശേഷം കർത്താവ് അത് പാലിക്കാൻ പറ്റാത്ത രീതിയിൽ വലിയ വിക്ഷോഭങ്ങളിലേക്കും പോകുന്നവർ, അതിൻ്റെ മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർ, കർത്താവിൻ്റെ കരുണ അവിടെ സ്ഥാപിക്കുകയും അതിനെല്ലാം അതിജീവിക്കാനുള്ള പുതിയ മാർഗങ്ങളെ കർത്താവ് കണ്ടുപിടിക്കുകയും കർത്താവ് ധൈര്യമായിരിക്കുക, ഞാൻ നിന്നോട് കൊണ്ടുവന്ന് അളിച്ച കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാകാൻ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നിന്റെ കുടുംബത്തെ ഞാൻ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തെ നിന്നെ ആശീർവദിക്കുന്നു. ഈ ദിവസങ്ങളൊരു വലിയ വിസ്തൃതമായ ചിന്ത മനസ്സിൽ വന്ന് നിക്കിയ സുനഹദോസിലെ ആണ് നമ്മുടെ വിശ്വാസ പ്രമാണം ക്രോഡീകരിച്ചത്. വിശ്വാസ പ്രമാണത്തിൻ്റെ ക്രോഡീകരണത്തിൽ വിശുദ്ധ എസ്തപ്പാനോസിനുള്ള പങ്ക് കഴിഞ്ഞ ദിവസം ആൾത്താറ എന്നപ്പോൾ ഈശോ പറഞ്ഞാണ് ഇത് ഈ നിക്കിയ സുനഹദോസും എസ്തപ്പാനോസും തമ്മിൽ ബന്ധമുണ്ടെന്ന്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. ഞാൻ കുറച്ചു നേരം വിസ്മയിച്ചിരുന്നത്. അതായത് AD 325 നിക്കിയ സുനഹദോസിൽ നമ്മൾ ഇന്നത്തെ ഏറ്റവും സഭയുടെ ശക്തിയായ വിശ്വാസ പ്രമാണം ക്രോഡീകരിക്കപ്പെട്ടത്. അപ്പം അതിൻ്റെ വാർഷികത്തിനാണ് കഴിഞ്ഞ ദിവസം നിക്കയിൽ തുർക്കിയിൽ നമ്മുടെ പരിശുദ്ധ പിതാവ് പോയത്. അപ്പോൾ പരിശുദ്ധ പിതാവ് അവിടെ ചെന്നപ്പോൾ അവിടെ സിറിയൻ ഓർത്തഡോക്സ് പാർത്തിയാർക്കിസ്, അലക്സാൻഡ്രിയൻ ഓർത്തഡോക്സ് പാർത്തിയാർക്കിസ് അവരൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ കേരളത്തിൽ കുറേ ആവാന്തര സഭകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ ആരെയും പ്രതിനിധി അവിടെ ഇല്ല. നിക്കിയ സുനഹദോസിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന അലക്സാൻഡ്രിയൻ പാർത്തിയാർക്കിസ്, സിറിയൻ ഓർത്തഡോക്സ് പാർത്തിയാർക്കിസ്, അതുപോലെ തന്നെ റോമൻ പാർത്തിയാർക്കിസ് അവരെല്ലാം അവിടെ സംഘടിപ്പിച്ച് കൂടിയത്. അപ്പം അന്ന് വിശ്വാസ പ്രമാണത്തിന് എടുത്ത ഒരു വിശ്വാസത്തിൻ്റെ ഒരു സംഭവം എന്താണ്? അതായത് അവിടുന്ന് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന യേശു അത് ആദിമസഭയുടെ ഏറ്റവും വലിയ വിശ്വാസങ്ങളൊന്നാണത്. കർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? നമ്മുടെ ഈ 26:64 മത്തായിയുടെ സുവിശേഷം, മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുവശത്ത് ഉപവിഷ്ടനാകുമെന്ന്. മത്തായി 26:64. യേശു അവനോട് പറഞ്ഞു, നീ പറഞ്ഞുവല്ലോ, എന്നാൽ ഞാൻ നിന്നോട് പറയുന്നു, ഇപ്പോൾ മുതൽ മനുഷ്യപുത്രൻ ശക്തിയുടെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും. അപ്പൊ അത് ക്രിസ്തു വെളിപ്പെടുത്തിയ സ്വർഗീയ രഹസ്യമാണ്. നിങ്ങൾ കാണുമെന്നാ പറഞ്ഞത്. പക്ഷെ ആദ്യം കണ്ടതാരാ? പിതാവിൻ്റെ വലതുഭാഗത്ത്, ശക്തിയുടെ വലതുഭാഗത്ത് ഈശോ ഇരിക്കണ കണ്ടതാരാ? സ്റ്റീഫനാ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7:55. എന്നാൽ അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സ്വർഗത്തിലേക്ക് നോക്കി ദൈവത്തിന്റെ മഹത്വം ദർശിച്ചു. ദൈവത്തിന്റെ വലതുഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. അപ്പൊ നിങ്ങൾ കാണുമെന്ന ഈശോ പറഞ്ഞത്. പക്ഷെ ആദ്യം കണ്ടതാരാ? എസ്തപ്പാനോസ് ആ കാഴ്ച ആദിമസഭയുടെ കാഴ്ചയാണ്.
ആദിമസഭയുടെ കാഴ്ചയാണ് നിക്കായ സുന്നതോസ് ക്രോഡീകരിക്കുന്നത്. അതാണ് നമ്മൾ ഇന്നും പറയണത്. അതാ നിക്കായ സുന്നതോസിൻ്റെ ക്രോഡീകരണത്തിൽ എസ്തഫാനോസിൻ്റെ പങ്കെന്ന് പറഞ്ഞത് നിസ്സാര പങ്കല്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ കാണുമ്പോഴെപ്പോഴും ഓർക്കേണ്ടതാണ്, നമുക്കിത് കാണുന്നതിന് കുഴപ്പമൊന്നുമില്ല. കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി സഹിക്കുന്നുവെന്ന് കർത്താവിന് മനസ്സിലായാൽ ആ സഹിക്കുന്ന സത്യസന്ധനായ വിശ്വാസി കാണേണ്ട സ്വർഗക്കാഴ്ച ദൈവം അവനെ കാണിക്കും. ഈ ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗത്തിൻ്റെ കാഴ്ച കാണണം. അതാണ് വിശ്വാസം ഉയർത്തുന്ന വെല്ലുവിളി. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ഞാൻ അമ്മ മാതാവിനും ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയട്ടെ. എൻ്റെ പേര് ഗ്രേസി ഡേവിസ്. ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. ഞാൻ ഈ പുണ്യഭൂമിയിലേക്ക് വരാൻ കാലുകുത്താൻ തുടങ്ങിയപ്പോഴാണ് കോവിഡിൻ്റെ ആരംഭം തുടങ്ങിയത്. എനിക്ക് വരാൻ സാധിച്ചില്ല. ഞാൻ ഒത്തിരി വിഷമിച്ചു. അങ്ങനെ ഞാൻ കോവിഡൊക്കെ കുറച്ച് മാറി യൂട്യൂബിൽ കൂടിയാണ് ഈ കൃപാസനത്തിനെ പറ്റി അറിഞ്ഞത്. അങ്ങനെ ഞാൻ കോവിഡ് ഒതുങ്ങിയപ്പോൾ 3/3/2022 ഈ പുണ്യഭൂമിയിൽ വന്ന് ഞാൻ കാലുകുത്തി. ഞാൻ വരാനുണ്ടായ കാരണം എൻ്റെ മകനെ കുറിച്ചായിരുന്നു. 4 വർഷമായി നാടും വീടും വിട്ടുപോയ മകൻ തിരിച്ചു കിട്ടണം എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് എത്തിയത്. ഞാൻ പല ധ്യാന കേന്ദ്രങ്ങളിലും പോയി, പല കൗൺസിലിങ്ങും നടത്തി. നാളെ വരും മറ്റന്നാൾ വരും എന്നോർത്ത് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെയാണ് അവസാനം യൂട്യൂബിൽ കൂടെ ഇത് കാണാനിടയായത്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഒത്തിരി ഉടമ്പടി ധ്യാനങ്ങളും ക്ലാസ്സുകളൊക്കെ ഞാൻ കേട്ടു. അതിനുശേഷം ഞാൻ ഇവിടെ വന്നു. ഇവിടെ വന്നപ്പോൾ ഇവിടെ വന്ന് ബസ് ഇവിടെ നിർത്തിയില്ല. ഞാൻ അവിടെ കുറച്ച് നീങ്ങിയിട്ടാണ് പോയത്. അവിടെ ചെന്ന് ഞാനൊരു ഓട്ടോ വിളിച്ച്, ഞാൻ വലിയ പള്ളിയൊക്കെയാണ് ഉദ്ദേശിച്ചത്. ഇവിടെ വന്നപ്പോഴാണ് ഈ സ്ഥലം എനിക്ക് മനസ്സിലായത്. ഞാനിത് ഇവിടുന്ന് കടന്നുപോയി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതാണ് കൃപാസനം. അങ്ങനെ ഓട്ടോ ഡ്രൈവർ എന്നെ ഇവിടെ കൊണ്ട് നിർത്തി. ഞാൻ ഇവിടെ വന്ന് കാല് വെച്ചപ്പോൾ ഞാൻ അമ്മേ എന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ചു. എനിക്ക് വേണ്ടത് അമ്മേ, ജെറുസലേം ദേവാലയത്തിലേക്ക് 3 ദിവസം പോയപ്പോൾ നിൻ്റെ മകനെ കാണാതായപ്പോൾ നീ അനുഭവിച്ച ദുഃഖം നിനക്ക് അറിഞ്ഞുകൂടെ അമ്മേ? 4 വർഷമായി ഒരു മകനെ കാണാതെ അനുഭവിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ വേദന, ഒരു അമ്മയുടെ വേദന നിനക്കറിയാമല്ലോ അമ്മേ. എൻ്റെ മകനെ നീ എത്രയും വേഗം തിരിച്ചു തരണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ ഈ പുണ്യഭൂമിയിൽ വന്ന് കാലുകുത്തിയത്. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥന തുടങ്ങി. ഒത്തിരി പ്രാവശ്യം എനിക്ക് അച്ഛനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ വീണ്ടും വീണ്ടും ഉടമ്പടി ധ്യാനത്തിൽ പറയും, എന്നെയല്ല കാണേണ്ടത്, നിങ്ങൾ അമ്മേനെ കാണണമെന്ന്. അതിൽ ഞാൻ ഉറച്ച് വിശ്വസിച്ചു. അങ്ങനെ ഞാൻ വീട്ടിലിരുന്ന് ഉടമ്പടി ധ്യാനം കേൾക്കുമ്പോൾ, അതായത് 8/2022 ഉടമ്പടി ധ്യാനം കേൾക്കുമ്പോൾ അച്ഛൻ ഉടമ്പടി ധ്യാനത്തെ കൂടെ ഞാൻ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ പറഞ്ഞു, മക്കളെ നിങ്ങൾ ആരും കരയേണ്ട, നാടും വീടും വിട്ടുപോയ എല്ലാ മക്കളും ഇതാ തിരിച്ചു വരുന്നു എന്ന്. എനിക്ക് ഒത്തിരി ആശ്വാസമായി. ഞാൻ ഒത്തിരി സന്തോഷിച്ചു. അന്ന് എൻ്റെ ജീവിത പങ്കാളി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ നമ്മുടെ ആരാധനയായിരുന്നു എന്ന് ജോസഫ് അച്ഛൻ്റെ, നമ്മുടെ മകൻ ഇതാ തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ 2 പേരും അതിൽ ഉറച്ച് വിശ്വസിച്ചു. പിറ്റേ ദിവസം ഈ ആരാധനയുടെ അതേ സമയത്ത് മോൻ ഫോണിയെ കൂടെ വിളിക്കുകയാണ്. 4 വർഷമായി സ്വരം കേട്ടിട്ടില്ല, ഫോൺ നമ്പർ ഇല്ല, മോനെ പറ്റി ഒരു അറിവുമില്ല. പലരും പറഞ്ഞു പോലീസിൽ കടലാസ് കൊടുക്ക്, അവിടെ നിന്ന് ഇല്ല. ഞാൻ എന്തായാലും ഈ ഭൂമിയിലൊന്ന് പോരട്ടെ എന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ വന്നത്. അമ്മ എനിക്ക് എൻ്റെ മോനെ തിരിച്ചു തരും എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ മോൻ ഫോൺ ചെയ്തു, മോൻ വിളിച്ചു, മോൻ ഞങ്ങളോട് മാപ്പ് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മോനെ എത്രയും വേഗം നീ അമ്മയുടെ അടുത്തേക്ക് ഓടി വായോ. അങ്ങനെ മോൻ വന്നു. കഴിഞ്ഞ മാസം 18-ാം തീയതി അമ്മ വന്നു. എൻ്റെ ആഗ്രഹമായിരുന്നു മോനെ ഈ പുണ്യഭൂമിയിലേക്കൊന്ന് കൊണ്ടുവരണമെന്ന്. അവൻ വന്നു. ഞങ്ങളെല്ലാവരും കൂടി കുടുംബസമേതം സന്തോഷത്തോടു കൂടി ഈ അമ്മയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവന്നു. ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്ക് ഞാൻ കോടാനുകോടി നന്ദി പറയട്ടെ. അടുത്ത നിയോഗം എൻ്റെ 13 വർഷമായിട്ടുള്ള ശ്വാസമുട്ട് എന്ന രോഗമായിരുന്നു. ഒരു ദിവസം സുഖമുണ്ടെങ്കിൽ പിറ്റേ ദിവസം സുഖമില്ല, അപ്പോൾ കെടുപ്പിലായി. അങ്ങനെ പല മരുന്നുകളും ചെയ്തു. അവസാനം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് എന്ന് ഞാൻ ഈ 3/3/2022 ഈ പുണ്യഭൂമിയിൽ വന്ന് കാലുകുത്തി. അന്ന് മുതൽ ഇന്ന് വരെ
മങ്കി കേപ്പിട്ടിട്ടാണ് രാവിലെ 8 മണി വരെ ഞാൻ നടക്കുക. എനിക്കൊരു കുർബാനയ്ക്ക് പോകാൻ പറ്റില്ല. മഞ്ഞ്, തണവ്, മഞ്ഞ് ഓരോന്ന് മാറി മാറി വരുമ്പോൾ എനിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ഞാൻ മങ്കി കേപ്പൊക്കെ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ ചെന്ന് ഉടമ്പടി എടുത്ത് ആദ്യത്തെ ദിവസം പേടിച്ചിട്ട് ഞാൻ പള്ളിയിലേക്ക് പോയില്ല. രണ്ടാമത്തെ ദിവസം എന്നോട് ആരോ പറയണ പോലെ പള്ളിയിലേക്ക് പോ. ഞാൻ പേടിച്ച് വിറച്ച് മങ്കി കേപ്പൊക്കെ ഊരി എറിഞ്ഞ് 5:30 മണിക്ക് 6 മണിക്ക് 5:30 കുർബാനയ്ക്ക് പോവും. 5:30 കൊന്ത, അതിനുശേഷം 6 മണിക്ക് കുർബാന. എത്രയോ എൻ്റെ ഒരു അഭിലാഷമായിരുന്നു കാലത്ത് രാവിലെയുള്ളൊരു കുർബാനയ്ക്ക് പോകാൻ. ഇന്ന് വരെ ആ കുർബാന ഞാൻ ഒരിക്കലും മുടക്കിയിട്ടില്ല ഈ പുണ്യഭൂമിയിൽ വന്നിട്ട്. പിന്നത്തെ അടുത്ത നിയോഗമായിരുന്നു എനിക്ക് സ്വന്തമായിട്ടൊരു കിണർ. 10 വർഷം ഞങ്ങൾ വേറെ കിണറ്റിൽ നിന്നാണ് വെള്ളം കോരിയിരുന്നത്. ഞങ്ങൾക്കൊരു ബോർവെൽ കിണറുണ്ടായിരുന്നു. പക്ഷേ ആ കിണർ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല, ബാക്ടീരിയകൾ അടങ്ങിയ വെള്ളമാണെന്ന്. ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു. ഒരു സ്വന്തമായിട്ട് കിണർ, കുത്താൻ വരെ ഭൂമിയില്ല. 2.5 സെൻറ്റ് ഭൂമിയിലൊരു വീട്, എല്ലാ പണികളും കഴിഞ്ഞിട്ടുള്ളൊരു വീടായിരുന്നു. കട്ടയൊക്കെ വിരിച്ച് മനോഹരമായ 2.5 സെൻറ്റിലുള്ള ഭൂമി. പക്ഷേ കിണർ കുത്താൻ സ്ഥലമില്ല. എന്നാലും ഞാൻ അമ്മോട് പറഞ്ഞു, അമ്മേ എൻ്റെ ഒരു സ്വപ്നമല്ലേ, എനിക്ക് വയറ് നിറച്ച് വെള്ളം കുടിച്ചാൽ മതി, ഈ വെള്ളം അല്ലാണ്ട് വേറെ കിണർ വെള്ളം കുടിക്കണം. അതായിരുന്നു എൻ്റെ ഇവിടുത്തെ ആഗ്രഹം. അങ്ങനെ ഞാൻ ഒരു ദിവസം ധ്യാനത്തിന് ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ നേരിട്ടുള്ള ആരാധന ജോസഫ് അച്ഛൻ്റെ. ഞാൻ ഒത്തിരി നേരം എന്തൊക്കെ പ്രാർത്ഥിക്കണം എനിക്കൊന്നും മനസ്സിലാവണില്ല. സന്തോഷത്തോണ്ട്, നമ്മൾ ഫോണിൽ കൂടിയല്ലേ കാണാറ്, നേരിട്ടിട്ടുള്ള ആരാധന. ഞാൻ എന്തൊക്കെ പ്രാർത്ഥിക്കണം, ഞാൻ ഏറ്റവും മുന്നിൽ വന്ന് മുട്ടുകുത്തി. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോരുമ്പോൾ ചേട്ടനോട് പറഞ്ഞു, ഒരു കുപ്പിയിൽ ഇത്തിരി വെള്ളം കൊണ്ടുപോവുക, ഞാൻ എന്തായാലും നാളെ പുതുക്കാൻ പോവല്ലേ ഉടമ്പടി, ഇത് ഞാൻ അമ്മയ്ക്കൊന്ന് കാണിച്ചു കൊടുക്കട്ടെ നമ്മുടെ വെള്ളം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് ഏറ്റവും മുന്നിൽ മുട്ടുകുത്തി ജോസഫ് അച്ഛൻ്റെ ആരാധന തുടങ്ങി. ആരാധനയുടെ സമയത്ത് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു, കുടിക്കാൻ ഒരു വയറ് വെള്ളത്തിന് വേണ്ടി. സ്വന്തമായൊരു കിണർ, കുത്താൻ ഭൂമിയില്ലല്ലോ, എങ്ങനെയെങ്കിലും അമ്മ തരും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ ഞാൻ ആരാധനയുടെ അവസാന ഭാഗത്തിൽ ജോസഫ് അച്ഛൻ പറഞ്ഞു, ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് 2 സെക്കൻഡ് സമയം തന്നു. ആ നേരത്താണ് ഈ സന്തോഷം കൊണ്ട് ബാഗിലിരിക്കുന്ന വെള്ളം കുപ്പി എടുക്കാൻ ഞാൻ മറന്നുപോയി. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു, അയ്യോ ഞാൻ വെള്ളം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതല്ലേ, അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തിട്ടില്ലല്ലോ. അങ്ങനെ ഞാൻ ഉടനടി വേഗം ബാഗ് തുറന്ന് കുപ്പിയിൽ നിന്ന് വെള്ളം എടുത്ത് ഈ മുന്നിലാണ് ഞാൻ മുട്ടുകുത്തിയിരുന്നത്, അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു. അമ്മേ, ഇതാണ് അമ്മേ ഞങ്ങൾ കുടിക്കുന്ന വെള്ളം, ഇതിൽ നിറച്ച് ബാക്ടീരിയകളാണെന്നാണ് പറയണത്, ഒരു തുള്ളി പോലും കുടിക്കരുതെന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അമ്മ ഇതിന് പരിഹാരം തന്നേ തീരൂ, അമ്മ എനിക്കൊരു കിണർ തരണം, എവിടെ നിന്നായാലും, അത്രയും ഞാൻ പറഞ്ഞോളൂ. അങ്ങനെ ഞാൻ ഇവിടുന്ന് മടങ്ങിപ്പോയി. വീടെത്തിയപ്പോൾ ചേട്ടൻ എന്നോട് ചോദിച്ചു, എന്തായി ഗ്രേസ് കിണറിൻ്റെ കാര്യം? ഞാൻ പറഞ്ഞ ഞാൻ എല്ലാ കാര്യങ്ങളും അമ്മേനെ ഏൽപ്പിച്ചിട്ടുണ്ട്, ഇനി അമ്മ നോക്കിക്കോളും ആ കാര്യം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം എൻ്റെ രാവിലെ ജോലികളൊക്കെ കഴിഞ്ഞ് ഞാൻ ജപമാല കയ്യിലെടുത്ത് മുറ്റത്തേക്കോടെ ഇങ്ങനെ നടന്ന് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ ആരോ വിളിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. അല്ല, കിണർ വേണ്ടേ, കിണർ കുത്തണില്ലേ എന്ന്. ഞാൻ പിന്നാക്കം തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ ആരും കണ്ടില്ല. പിന്നെ വീണ്ടും ചോദിച്ചു, കിണർ കുത്തണില്ലേ? അപ്പോഴും ഞാൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ ആരൊരു സ്വരം എനിക്കൊരു സ്ഥലം കാണിച്ചു തരുന്നു, മുറ്റത്ത് ഇവിടെ കിണർ കുത്ത്, അവിടെ ഇഷ്ടം പോലെ വെള്ളമുണ്ടെന്ന്. ഞാനിങ്ങനെ ആലോചിച്ച് നിന്നുപോയി. ഞാൻ ചോദിച്ചു, ഈ കട്ടയൊക്കെ ഞങ്ങളിവിടെ വിരിച്ചിട്ടുള്ളതല്ലേ, ഇവിടെ എങ്ങനെയാണ് കിണർ കുത്തുക? എന്നോട് അമ്മ പറഞ്ഞു, കട്ടയൊക്കെ പറിച്ചെടുത്തോ, ഇവിടെ കിണർ കുത്തിക്കോ, ആകെ ഒരു കിണർ നിൽക്കാവുന്ന സ്ഥലം വട്ടത്തിൽ. ഞാൻ ചേട്ടൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്നപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ എന്നോട് ചോദിക്കുകയാണ്, ഏതമ്മ എന്ന്. ഞാൻ പറഞ്ഞു, കൃപാസന അമ്മ. അമ്മ പറഞ്ഞു നമ്മളോട് ഇവിടെ കിണർ കുത്താൻ. ആ സ്ഥലത്ത് ഞാൻ ഒരു അടയാളം വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് കാണിച്ചു തന്ന സ്ഥലം. അവിടെ ഒരു കിണർ കുത്തി, ഒരു സമുദ്രം പോലെ. എനിക്കൊരു വയറ് വെള്ളം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, അമ്മ എനിക്ക് തന്നത് ഒരു സമുദ്രം പോലത്തെ വെള്ളമാണ്. ഇത്രയും വലിയൊരു കിണർ, ഇത്രയും നല്ലൊരു കിണർ, അത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അവിടെ കുത്താൻ പറ്റില്ല ഒരു കിണറെന്ന്. അത്രയും കൊച്ചു സ്ഥലത്ത് മനോഹരമായ ഒരു കിണർ, 9 കോലിൽ വെള്ളം, 15 കോല് വരെ താത്തി സമൃദ്ധമായിട്ടുള്ള വെള്ളം കിട്ടി. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ മകള് ദുബായിൽ നേഴ്സാണ്, മോളാണ് എനിക്ക് യൂട്യൂബിൽ കൂടെ ജോസഫച്ചിനെയും കൃപാസനത്തിനെയും പറ്റിയൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്. അമ്മ പോകണം, ചേട്ടന് വേണ്ടി പ്രാർത്ഥിക്കണം, ഒപ്പം അമ്മ എനിക്കൊരു ഗവൺമെൻറ് ജോലിയും പ്രാർത്ഥിക്കണം.
അത് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടിയിൽ വെച്ചു. എൻ്റെ മോൾക്ക് 30-ാം ദിവസം ഇവിടെ വന്ന് ഞാൻ പോയി, ഞാൻ ഉടമ്പടിയിൽ വെച്ചു. മകൾക്ക് ഒരു ഗവൺമെൻറ് ജോലി ദുബായിൽ വേണമെന്ന് ഞാൻ പറഞ്ഞ അതേപോലെ 1 മാസം എത്തുന്ന അന്ന് 30-ാം ദിവസം അമ്മ മകൾക്കൊരു ഗവൺമെൻറ് ജോലി കൊടുത്തു. ഇപ്പോൾ 1 വർഷമായി. മോളും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, മോനും മോളും. ഞങ്ങൾ കുടുംബസമേതമാണ് കഴിഞ്ഞ മാസം ഞങ്ങളിവിടെ വന്നത്. അതിനും പുറമെ എനിക്ക് എല്ലാ ദിവസവും രാത്രി ചൊറിച്ചില്ല. ഈ വെള്ളത്തിൻ്റെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഈ കുഴൽക്കിണറ്റീത്തെ വെള്ളം മാന്തി രാത്രി മുഴുവൻ ഞാൻ കെടുക്കും. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരുന്ന് മാന്തും. പുറം മുഴുവൻ വരിയും കൂരിയായിട്ടാണ് നേരം വെളുക്കുമ്പോൾ വരാറ്. ഇവിടെ നിന്ന് കൊണ്ടുപോയ ഉപ്പിട്ട വെള്ളത്തിൽ കുളിക്കും. ഞാൻ എന്നും വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് ഒപ്പം തേനും കഴിക്കും. ഉടമ്പടി തൈലം തൊട്ട് പുരട്ടി അന്ന് തൊട്ട് ഇന്ന് വരെ എന്താണ് ഉറക്കം എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ ഉപ്പ് ഇട്ടിട്ടുള്ള വെള്ളം കുളിച്ച അന്ന് തൊട്ടാണ്. അതുവരെ നേരം വെളുക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നേരം വെളുക്കോളം ഇരുന്ന് മാന്തിലും കടിയായിരുന്നു. പിന്നെ ഞാൻ ഒത്തിരി രോഗികളെ കാണാൻ പോകാറുണ്ട്. ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് ഞാൻ രോഗികളെ കാണാൻ ആദ്യത്തെ ദിവസം ഞാൻ പേടിച്ചിട്ടാണ് പോയത്. അവിടെ ചെന്നപ്പോൾ ഞാൻ ചോറും പൊതിക്കായിട്ട് പോവാം. ഞാനും ഹസ്ബൻഡും ഉണ്ടാവും. ചോറും പൊതിയൊക്കെ എല്ലാവർക്കും കൊടുക്കും. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ജില്ലാ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലേക്ക് ചെന്നപ്പോൾ ഒരു ഹിന്ദു ആണ്, ഒരു ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ എനിക്ക് വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കൂ. അപ്പം ഞാൻ ചോദിച്ചു, ചേട്ടന് എന്താ അസുഖം? മോളെ യൂറിൻ പോവാണ്ട് എൻ്റെ വയറ് നിൽക്കുന്നു നോക്കിയേ. അപ്പം ഞാൻ ഉടമ്പടി ഉപ്പ്, തേൻ, കാശിരൂപം ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പോവുക. ഈ ചോറ് കൊണ്ട് പോണേൻ്റെ ഒപ്പം ഞാൻ അവിടെ പോയി ചേട്ടൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് ഉടമ്പടി തൈലം പുരട്ടി കാശിരൂപം വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ നാളെയും വരും ചേട്ടന് ചോറും കൊണ്ട്. ഒത്തിരി പേർക്ക് ചോറ് കൊടുക്കാറുണ്ട്. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം ചെന്നപ്പോൾ ഒരു സ്ത്രീ എന്നെ ഓടി വന്ന് വിളിക്കുക. എനിക്ക് പേടിയായി. കടന്നു പോകാൻ പറയാനാണ്. ഒത്തിരി പേര് ഇവിടെ സാക്ഷ്യത്തെ കൂടെ പറയാറുണ്ട്, ആശുപത്രിയിൽ ചെല്ലുമ്പോൾ ഓടിപ്പിച്ചു നോക്കി. ഞാൻ പേടിച്ചു പോയി, എന്നെ എന്ത് പറയാനാവോന്ന്. ഓടിവാ ചേച്ചി എന്തൊട്ടാന്ന് ചോദിച്ചപ്പോൾ പറയുന്നു, ചേച്ചിയല്ലേ ഇന്നലെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് ചോറൊക്കെ തന്നു പോയത്. എൻ്റെ ഹസ്ബൻഡിൻ്റെ വയറൊക്കെ അപ്പം തന്നെ ഇഷ്ടം പോലെ യൂറിൻ പോയി. ചേട്ടന് സമാധാനമായി, ചേട്ടൻ സുഖമായി കിടന്നുറങ്ങി. ചേച്ചീനെ അന്വേഷിച്ചിട്ടാണ് ചേട്ടൻ അവിടെ ഇരിക്കണേന്ന്. അങ്ങനെ ഞാൻ ചേട്ടൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ചേട്ടൻ പറഞ്ഞു, കൃപാസനം എന്ന, ഞാൻ ഇതിനെപ്പറ്റി അവർക്ക് ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൃപാസനം എന്ന പുണ്യഭൂമി ഏതാണ്? കൃപാസനത്തിൻ്റെ ഒരു ലോക്കറ്റ് എനിക്ക് കൊണ്ടുവന്ന് തരണം. അപ്പം ഞാൻ പറഞ്ഞു, നാളെ ചോറ് കൊണ്ടുവരുമ്പോൾ ഞാൻ തരാം. മോളെ എൻ്റെ എല്ലാ രോഗങ്ങളും മാറി. ഞങ്ങൾ നാളെ ഡോക്ടർ വന്നു. എനിക്ക് യൂറിൻ പോവാത്ത അസുഖമായിരുന്നു. യൂറിനൊക്കെ പോയി, ഞാൻ സുഖമായി. ഞങ്ങൾ നാളെ ഡിസ്ചാർജ് ആവും. നാളെ ഡിസ്ചാർജ് ആവണേക്കാൾ മുമ്പ് മോളിത്തിരി നേരത്തെ വരണം, കാശ് രൂപം കൊണ്ടുവരണം, എനിക്ക് തരണം. ഈ രോഗം മാറി ഉടനടി ഞാൻ കൃപാസനം എന്ന പുണ്യഭൂമിയിലേക്ക് ഞാനും കാലുകുത്തും. ഇത്രയും അനുഗ്രഹം തന്ന അമ്മയ്ക്കും നന്ദി. എനിക്കൊരു വിഷമമേ ഉള്ളൂ, ഈ പുണ്യഭൂമിയിൽ ഞാൻ വൈകിപ്പോയി എത്തിച്ചേരാൻ. അതിൽ ഞാൻ ദുഃഖിക്കുന്നു. ഇതിനു മുമ്പ് ഞാൻ വരേണ്ടതായിരുന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ കോടാനുകോടി നന്ദി പറയട്ടെ. അനുഗ്രഹീതർ എന്ന് ജനതകൾ നിങ്ങളെ വിളിക്കും. നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകും. വിശുദ്ധ ഗ്രന്ഥത്തിൽ മലാക്കി പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 12-ാം തിരുവചനമാണ്. വീടും നാടും വിട്ടുപോയ തൻ്റെ മകൻ, 4 വർഷമായിട്ട് യാതൊരു അറിവുമില്ലാത്ത മകനെ, ധൂർത്തപുത്രനെ കാത്തിരുന്ന പിതാവിനെ പോലെ കാത്തിരിക്കുന്ന കുടുംബം. അങ്ങനെ ആ മകൻ തിരിച്ചെത്തുന്നതാണ്. ഉടമ്പടി എടുത്തതിന് ശേഷം മകൻ തിരിച്ചെത്തുന്നു. ആ മകൻ തിരിച്ചെത്തുമ്പോൾ തിരുവചനം പറയുന്നത് പോലെ ആനന്ദത്തിൻ്റെ ദേശമാവുകയാണ് പിന്നീട് ഇവരുടെ കുടുംബം. അതുപോലെ 10 വർഷമായി ശുദ്ധജലം ലഭിക്കാതെ ഇവർ വിഷമിക്കുന്നു. പിന്നീട് എങ്ങനെ ഇവർക്കത് ലഭിക്കുന്നു എന്നുള്ളത് നാം കേട്ടു. അതായത് അതിൻ്റെ സ്ഥലം പോലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം. അതാണ് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അമ്മയുടെ സാന്നിധ്യം. അമ്മ വന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ഇവിടെ കിണർ കുത്തുന്ന്. നമ്മുടെ ചിന്തകൾക്ക് അതീതമാണ് അമ്മയുടെ പ്രവർത്തന രീതികൾ. അമ്മ എല്ലായിടത്തും വരും. അമ്മ നാം എവിടെയുണ്ടോ, നമുക്ക് എന്താണോ ആവശ്യം അവിടെയൊക്കെ അമ്മ ഓടി വരികയാണ്. അതുകൊണ്ടാണ് ജനങ്ങൾ അമ്മയെ സഞ്ചാരി മാതാവ് എന്ന് വിളിക്കുക. ICUവിലാണെങ്കിൽ ICUവിൽ, അതുപോലെ ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലത്താണെങ്കിൽ അവിടെ, പരീക്ഷാ ഹാളിലാണെങ്കിൽ അവിടെ, എവിടെയാണോ നമുക്ക് അമ്മയെ വേണ്ടത് അവിടെ അമ്മ ഓടി വരികയാണ്. അതുപോലെ പിന്നീട് ഇവർക്കുണ്ടായ രോഗസൗഖ്യം,
ഒരു വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചിരുന്ന മകള് അതിന് തൻ്റെ അലർജി മൂലം പോകാൻ പറ്റാതിരുന്ന സാഹചര്യങ്ങൾ. അപ്പോഴവിടെ എങ്ങനെയാണ് അമ്മ ഇവരെ ആനന്ദത്തിൻ്റെ ദേശമാക്കി മാറ്റുക? അനുഗ്രഹീതർ എന്ന് ജനതകൾ നിങ്ങളെ വിളിക്കുമെന്നാണ് തിരുവചനം പറയുക. ഉടമ്പടി വചനമാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന്. അവൻ പറയുന്നത് പോലെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ കൃപകൾ വർഷിക്കപ്പെടുക. ഈ മകളുടെ കാരുണ്യ പ്രവർത്തികൾ നാം കേട്ടു. ഹോസ്പിറ്റലുകൾ വഴി പൊതിച്ചോറ് കൊണ്ടുപോയി കൊടുക്കുക, രോഗികളെ സന്ദർശിക്കുക. ഞാൻ രോഗിയായിരുന്നു എന്നാണ് ഈശോ പറയുക. അപ്പോൾ നാം രോഗികളെ സന്ദർശിക്കുമ്പോൾ അതൊരു ജീവകാരുണ്യ പ്രവൃത്തിയാണ്. ഈശോയെയാണ് നാം സന്ദർശിക്കുക. നമ്മുടെ ബന്ധുക്കളെയോ അടുത്തുള്ള അയൽപക്കക്കാരെയോ സന്ദർശിക്കുന്നതിന് നാം ഉടമ്പടി എടുക്കണമെന്നില്ല. എന്നാൽ ആരും അറിയാത്ത നമുക്ക് അജ്ഞാതരായ രോഗികൾ, അവരാണ് ഹോസ്പിറ്റലുകളിലുള്ളത്, അവരെയാണ് നാം സന്ദർശിക്കേണ്ടത്. അതാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മോട് കൂടെ പറയാറുള്ളത്. നമുക്ക് കൂടുതൽ കൃപകൾ നേടുവാനായി, ഉടമ്പടിയിൽ വിശ്വസ്തരും സത്യസന്ധരുമാകുവാനായി അമ്മയുടെ മാധ്യസ്ഥം തന്നെ നമുക്കും തേടാം. അമ്മയെ നമ്മുടെ കൂടെ കൊണ്ടു നടക്കാം. അമ്മയോട് എപ്പോഴും ചേർന്നിരിക്കാം. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ഷിജി, ഇതെൻ്റെ ഹസ്ബൻഡ് നോബി, എൻ്റെ കുഞ്ഞ് ലോറ. ഞങ്ങൾ കാനഡയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് അമ്മ മാതാവും തിരുക്കുമാരനും ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത വലിയൊരു ഒരത്ഭുതങ്ങളല്ല, ഒത്തിരിയേറെ അത്ഭുതങ്ങളുണ്ട്. അതിൽ നിയോഗത്തിൽ വെച്ച അത്ഭുതങ്ങൾ ഞാനിവിടെ സാക്ഷ്യം പറയാനാണ് വന്നിരിക്കുന്നത്. എനിക്ക് 2011 ബ്രസ്റ്റ് ക്യാൻസർ വന്നായിരുന്നു. അതിനുശേഷം മെഡിക്കേഷനും കീമോയും റേഡിയേഷനും എല്ലാം കാരണം കൺസീവ് ആവാനായിട്ട് ഡൗട്ടാന്ന് ഡോക്ടർ അന്നേ പറഞ്ഞിരുന്നു. പിന്നീട് 2015 ഞാൻ മാരീഡ് ആവുകയും അങ്ങനെ കാനഡയിലേക്ക് പോവുകയും ചെയ്തു. ഈ മെഡിക്കേഷൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് 2013 തൊട്ട് എനിക്ക് സീഷേഴ്സും സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ 2017 ഞാൻ കാനഡയിൽ എത്തിയതിന് ശേഷം എനിക്ക് സീഷറോ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോവുമായിരുന്നു. പക്ഷേ 2019 ജൂൺ ആയപ്പോൾ എനിക്കൊരു മേജർ സീഷർ വരികയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും അത് വളരെ ക്രിട്ടിക്കൽ ആവുകയും ചെയ്തു. എൻ്റെ ഹസ്ബൻഡിൻ്റെ നിന്ന് പേപ്പേഴ്സ് എല്ലാം സൈൻ ചെയ്ത് വാങ്ങുകയും ഒരാഴ്ചത്തോളം ഞാൻ അൺകോൺഷ്യസ് ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ആ സമയത്ത് ഡോക്ടേഴ്സ് കൂടുതൽ ഹെൽപ്പിനായിട്ട് ആരെങ്കിലും കൂടിയും വരുത്തിക്കണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ മദറിനെയും വരുത്തിക്കുകയുണ്ടായി. അത് ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ കോൺഷ്യസ് ആയത്. എന്നിട്ട് മരുന്ന് എല്ലാം ബാലൻസ്ഡ് ആക്കി എന്നെ വീട്ടിലേക്ക് വിട്ടു. പക്ഷേ 1.5 മാസം ഇടവിട്ടിട്ട് എനിക്ക് പിന്നെയും സീഷേഴ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ലാസ്റ്റായിട്ട് എനിക്ക് ഫെബ്രുവരിയിൽ ഒരു മേജർ സീഷർ വന്നപ്പോൾ എൻ്റെ അപ്പച്ചനും ചേച്ചിയും ഇവിടെ വരികയും അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നെ വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞിട്ട് വീഡിയോ കോളിലൂടെ പ്രാർത്ഥിച്ചു. എന്നിട്ട് അച്ഛൻ പറഞ്ഞു വന്ന് സാക്ഷ്യം പറയണമെന്ന്. അതിനുശേഷം പിന്നെ എനിക്ക് അങ്ങനെ സീഷേഴ്സ് ഒന്നും വന്നിരുന്നില്ല. പക്ഷേ ഞങ്ങളുടെ ഉള്ളിൽ വലിയൊരു വേദനയായിരുന്നു, ഒരു കുഞ്ഞെന്നുള്ളൊരു വേദന. മറ്റു കുഞ്ഞുങ്ങളെയൊക്കെ കാണുമ്പോൾ എൻ്റെ തമ്പുരാനെ അമ്പ മാതാവ് എനിക്കും ഒരു കുഞ്ഞിനെ വേണം എന്നുള്ളൊരാഗ്രഹം. അങ്ങനെ 2019 തൊട്ട് ഞാൻ കൃപാസനത്തെക്കുറിച്ച് കേട്ടു. പക്ഷെ ഞാൻ കൂടുതൽ കൃപാസനത്തിലേക്ക് വന്നത് 2020 ആയപ്പോഴാണ്. ഞാൻ ക്യാൻസറിൻ്റെ മരുന്ന് എടുത്തിരുന്നു. അപ്പോൾ ഈ മരുന്ന് കഴിക്കുന്നിടത്തോളം എനിക്ക് ഒരിക്കലും കൺസീവ് ആവാനായിട്ട് പറ്റത്തില്ല. അപ്പം ഞങ്ങൾ അവിടുത്തെ ഓൺകോളജിസ്റ്റിൻ്റെ അടുത്ത് ഇങ്ങനെ ഞങ്ങളുടെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ഓൺ റിസ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മെഡിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യാം. പക്ഷേ അത് റിസ്ക് ആണ്, റിക്കറൻ്റ് ആവാനായിട്ടുള്ള ചാൻസ് എല്ലാം ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമായിരുന്നു അമ്മ മാതാവിലും തിരുക്കുമാരനിലും. അങ്ങനെ 2018 ഒക്ടോബറിൽ ഞങ്ങൾ പേപ്പേഴ്സ് എല്ലാം സൈൻ ചെയ്ത് എൻ്റെ മെഡിക്കേഷൻ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. അതിനുശേഷം പഠിച്ചു. 2020 ആയപ്പോൾ ഞാൻ ഗ്രാജുവേറ്റ് ആയി. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ 2020 ജാനുവരിയിൽ ഇവിടുത്തെ ഒരു സാക്ഷ്യം കേൾക്കുകയാണ്. ഇങ്ങനെ കുഞ്ഞുങ്ങളില്ലാത്തൊരു ദമ്പതികൾ പ്രാർത്ഥിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് സന്തോഷരഹസ്യം ചൊല്ലി അവർക്ക് ഒരു കുഞ്ഞിനെ ലഭിച്ച സാക്ഷ്യം ഞാൻ കേട്ടു. അങ്ങനെ ഞാനും തീരുമാനിച്ചു, ഞാനും സന്തോഷരഹസ്യം ചൊല്ലി പ്രാർത്ഥിക്കാൻ പോവാം
എനിക്ക് ഉടമ്പടി എടുക്കണം. പക്ഷേ ഒരുപാട് ഞാൻ അങ്ങനെ അടുത്തിരുന്നില്ല ഉടമ്പടി എടുക്കാനായിട്ട്. അങ്ങനെ ഒരു മെയ് 2020 മെയ് 6 ഞാനൊരു ഡിസിഷൻ എടുത്തു. ഞാൻ ഉടമ്പടി, ഓൺലൈൻ ഉടമ്പടി, ഞങ്ങൾക്ക് ഇവിടെ വന്ന് എടുക്കാൻ പറ്റില്ല, അപ്പോൾ കോവിഡ് ആയതുകൊണ്ട് ഓൺലൈൻ ഉടമ്പടി ഉണ്ടായിരുന്നു, ഓൺലൈൻ ഉടമ്പടി എടുക്കാമെന്ന്. പക്ഷേ അപ്പോഴും ഞങ്ങൾക്കൊരു ഇതായിരുന്നു, കുമ്പസാരിക്കാനായിട്ട് പറ്റത്തില്ല, അവിടുത്തെ പള്ളികളെല്ലാം അടച്ചിരുന്നു കോവിഡ് കാരണം. അപ്പോൾ അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തോന്നി, ഓക്കെ ഞാൻ നേരിട്ട് എൻ്റെ കർത്താവിനോടെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ പോവുകയെന്ന്. അങ്ങനെ മെയ് 6 ഞാൻ ഒരുങ്ങി ഉടമ്പടി രജിസ്റ്റർ ചെയ്തു. ഉടമ്പടി രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, ലോകസഞ്ചാരിയാണ് അമ്മ മാതാവ്, സമയത്തിൻ്റെ മേൽ അധികാരമുള്ളവനാണ്. എനിക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. എനിക്ക് വിത്തിൻ 1 മന്ത് എനിക്ക് കുഞ്ഞിനെ വേണം, എൻ്റെ ഉദരത്തിൽ എനിക്ക് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അതിനോടുകൂടി 1 സാമുവേൽ 1-ാം അധ്യായവും ലൂക്കോസ് 1-ാം അധ്യായവും ഞാൻ തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ രണ്ടുപേരും എപ്പോഴും കൈ കോർത്ത് പിടിച്ചിരുന്നാണ് പ്രാർത്ഥിക്കാറ്. അങ്ങനെ ഒരു ജൂൺ 1st വീക്കായപ്പോൾ ഞങ്ങളിങ്ങനെ പുലർച്ചെ 3 മണിക്ക് കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാനായിട്ട് എഴുന്നേറ്റപ്പോൾ എനിക്ക് റിയലി ഫീൽ ചെയ്യുമായിരുന്നു, ഞങ്ങൾ താമസിക്കുന്നൊരു 1 ബെഡ്റൂം അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു. ഞങ്ങളുടെ ആ ബെഡ്റൂമിൽ ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും പ്രസൻസ് അത് എൻ്റെ അടുത്ത് തന്നെ എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് പറഞ്ഞു, ചേട്ടാ ഇവിടെ ഒരു അമ്മയും മാതാവും ഉണ്ട്, ഇവിടെ അമ്മയും മാതാവും വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ എൻ്റെ ഉദരത്തിൽ എൻ്റെ അമ്മ മാതാവ് ഒരു കുഞ്ഞിനെ എനിക്ക് തരുമെന്ന്. അങ്ങനെ ജൂൺ 1st വീക്കിലാണ് ഇത് നടന്നത്. ജൂൺ 10th ഞാൻ ടെസ്റ്റ് ചെയ്തു, പോസിറ്റീവായിരുന്നു, ഞാൻ പ്രഗ്നൻ്റ് ആയി. ഈവൻ ദോ ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞു ഓക്കെ പ്രഗ്നൻ്റ് ആയി, ഈവൻ ദോ കോംപ്ലിക്കേഷൻസ് ഉണ്ട്, മരുന്നെല്ലാം സീഷേഴ്സിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു, ഡെവലപ്മെൻറ്റിൽ നോർമലി വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അതിപ്പോഴൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ സ്കാനിങ്ങിൽ ഹാർട്ട് ബീറ്റ് എല്ലാം നോർമലാണോ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. 20th വീക്കിൻ്റെ സ്കാനിങ്ങിലാണ് അറിയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രതീക്ഷ കൈവിട്ടില്ല, പ്രാർത്ഥിച്ചു. ഉടമ്പടി പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്കുകളും കേൾക്കാൻ തുടങ്ങി. അവിടെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലൊന്നും ചെന്ന് കാണാൻ പറ്റില്ല, പക്ഷെ അവിടെ സ്റ്റുഡൻസ് ഒരുപാടാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഷെഫ് ആയതുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ വെച്ച് അവർക്ക് കൊടുക്കാനായിട്ട് തുടങ്ങി. അവിടെ വൈദികരുണ്ട്, അവർക്കൊക്കെ ഫുഡ് വെച്ച് കൊടുക്കുക. പിന്നെ പറ്റുന്ന പോലെ കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങി. അവിടെ കുർബാന ഇല്ലാന്നിട്ട് പോലും അവിടെ ഒരു മലയാളി വൈദികൻ കുർബാന അർപ്പിക്കുന്ന ദിവസം 3-4 പേർക്കാണ് കുർബാന അറ്റൻഡ് ചെയ്യാൻ പറ്റുക. അതിൽ ഞങ്ങൾക്കൊരു ചാൻസ് എപ്പോഴും തന്നിരുന്നു ആ അച്ഛൻ. ഞങ്ങൾ രണ്ടുപേരും വിളിച്ച് കുർബാനയിൽ പങ്കെടുക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റി. അങ്ങനെ 20th വീക്കിൻ്റെ സ്കാനിങ്ങിൽ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിൽ കൊന്തയുണ്ടാവും. കയറിയപ്പോൾ പറഞ്ഞു ഞങ്ങൾക്ക് വേറെ ഒന്നും അറിയണ്ട, കുഞ്ഞിന് യാതൊരു കുഴപ്പമില്ല, ഹെൽത്തി ആണെന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ സ്കാനിങ് കഴിഞ്ഞു. സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഞാനൊരു ഡെൻറ്റിസ്റ്റാണ്. അപ്പോൾ ഡോക്ടേഴ്സിന് ഡൗട്ട് ആയിരുന്നത് ക്ലെഫ്റ്റ് ലിപ്പോ ക്ലെഫ്റ്റ് പാലറ്റോ ഉണ്ടാവുമെന്നാണ്. അപ്പം നോക്കിയപ്പോൾ നോർമലായിരുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ നോക്കി, ആൾ ഭയങ്കര ടെൻഷനിലായിരുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് യാതൊരു കുഴപ്പങ്ങളും ഇല്ല. ഞങ്ങൾ സന്തോഷത്തോടു കൂടി ദൈവത്തിന് നന്ദി പറഞ്ഞ് തിരികെ പോന്നു. പക്ഷേ ഒരു 6 മാസമായപ്പോൾ ഞാൻ എൻ്റെ റൈറ്റ് സൈഡ് ഇടിച്ച് താഴെ തെന്നി വീണു. അവിടെ സ്നോ ആയതുകൊണ്ട് തെന്നി ഞാൻ അവിടെ വീണു. അപ്പം ആ ഒരു ട്രോമ കാരണം ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയപ്പോഴേക്കും എനിക്ക് മൈനറായിട്ടൊരു സീഷേഴ്സ് വന്നു. പക്ഷെ അവിടെ ഡോക്ടേഴ്സ് പറഞ്ഞു ബേബിക്ക് ഒരു കുഴപ്പമില്ല, നീ ടെൻഷൻ ആവാതിരുന്നാൽ മതി, ഓക്കെ ആന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വിട്ടു. ബട്ട് സ്റ്റിൽ എൻ്റെ ഉള്ളിൽ എൻ്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ, ആ ഒരു ടെൻഷൻ ഭയങ്കരമായിരുന്നു. അപ്പോൾ എൻ്റെ ജീവിത പങ്കാളിയും എൻ്റെ മാതാവും എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, അമ്മ മാതാവും തിരുക്കുമാരനും നിനക്ക് തന്ന കുഞ്ഞാണെങ്കിൽ ആരോഗ്യത്തോടു കൂടി തന്നെ നിനക്ക് ആ കുഞ്ഞിനെ ലഭിക്കുമെന്ന്. പക്ഷേ ഉള്ളിലെ ഭയം കാരണം പിന്നീടും എനിക്ക് മേജറായിട്ടൊരു സീഷേഴ്സ് വന്നു. പക്ഷേ ആ സീഷേഴ്സിൽ എന്നെ റീസ്ട്രെയിൻ ചെയ്യേണ്ടി വന്നു. ഞാൻ അൺകോൺഷ്യസ് ആകുമ്പോൾ വയറ്റിലേക്കൊക്കെ ഇടിക്കുന്നുണ്ട്, റീസ്ട്രെയിൻ ചെയ്യേണ്ടി വന്നു. എനിക്ക് യൂറിൻ പോകുവാനായിട്ട് ട്യൂബ് ഇട്ടു. പക്ഷേ ഹസ്ബൻഡ് സങ്കടത്തോട് കൂടി അവരോട് പറഞ്ഞു അത് റിമൂവ് ചെയ്ത് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞു. അങ്ങനെ വീണ്ടും അവർ പറഞ്ഞു പാരൻസിനെ ആരെങ്കിലും വരുത്തിക്കണമെന്ന് പറഞ്ഞു. പാരൻസ് വന്നു. അങ്ങനെ അവർ പറഞ്ഞു പെട്ടെന്ന് തന്നെ, അതായത് എത്രയും പെട്ടെന്ന് സി സെക്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ അതിനു മുമ്പ് ഇവർ എൻ്റെ സീഷേഴ്സിൻ്റെ മെഡിക്കേഷൻ ഡബിൾ ദ ഡോസ് ആക്കി. ഞാൻ 600-700 mg വെച്ച് കഴിച്ചിരുന്നെടുത്ത്
1500 600 mg മെഡിക്കേഷൻ ട്വൈസ് എ ഡേ ഒക്കെ കഴിച്ചു തുടങ്ങി. എനിക്ക് ഭയങ്കര ക്ഷീണമാണ്. നമ്മൾ പെരുന്നാളിനൊക്കെ രൂപക്കൂടെ എന്തി കൊണ്ട് പോകുന്ന പോലെ തന്നെ വീട്ടിൽ ഒന്ന് വാഷ്റൂമിൽ പോകണമെങ്കിൽ പോലും രണ്ടുപേരും കൂടി ഏറ്റുപിടിച്ചിട്ട് വേണം എന്നെ ഒന്ന് പോവാൻ. കംപ്ലീറ്റ് റെസ്റ്റായി. ഒരു 30th വീക്കൊക്കെ ആവുമ്പോൾ സി സെക്ഷൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു, എന്താ പറയുക, അണ്ടർ വെയ്റ്റ് ആണ് ബേബി, ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് വെയിറ്റ് ചെയ്യണം. പക്ഷെ ജാനുവരി ഒരു 1st വീക്ക് ആയപ്പോൾ തൊട്ട് എനിക്ക് ലേബർ പെയിൻ വരാൻ തുടങ്ങി. പക്ഷെ ഡോക്ടേഴ്സ് പറഞ്ഞു ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ഹോസ്പിറ്റലിൽ പോകും, അവർ മോണിറ്റർ ചെയ്യും, തിരിച്ചു വരും. അവർ ബേബിക്ക് വെയിറ്റ് കുറവായതുകൊണ്ട് അവർ പറഞ്ഞു നമുക്ക് വെയിറ്റ് ചെയ്യാമെന്നാ. അപ്പം എൻ്റെ അമ്മച്ചി എപ്പോഴും പ്രാർത്ഥിക്കായിരുന്നു, എൻ്റെ തമ്പുരാനെ ആരോഗ്യവും അത്യാവശ്യത്തിന് വെയിറ്റുമുള്ള ഒരു കുഞ്ഞിനെ എനിക്ക് തരണേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരു 36th വീക്കായപ്പോൾ എന്നെ സി സെക്ഷന് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. പോകുന്നതിന് മുമ്പായിട്ട് അമ്മച്ചി ഉടമ്പടി തൈലം എനിക്ക് കുരിശടയാളം വരച്ച് തേനും ഉപ്പും എല്ലാം തന്നിട്ടാണ് എന്നെ വിട്ടത്. സി സെക്ഷൻ എന്നെ 12:30ക്കാണ് സി സെക്ഷൻ എങ്കിൽ ഒരു 12:25 ആയപ്പോൾ അവിടുത്തെ നിയോനേറ്റൽ സ്പെഷ്യലിസ്റ്റ് വന്ന് പറഞ്ഞു കുഞ്ഞ് കരയാൻ ചാൻസ് കുറവാണ്, കുഞ്ഞിന് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവുന്ന. എനിക്ക് അങ്ങ് ആകെ ടെൻഷനായി. കാരണം 5 മിനിറ്റും കൂടി കഴിഞ്ഞ് എന്നെ തിയേറ്ററിലേക്ക് മാറ്റുകയാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡുമാണ് ആ സമയത്തുണ്ടായിരുന്നത്. എന്നെ തിയേറ്ററിലേക്ക് മാറ്റി. ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ലൂക്കോസ് 1:49 ശക്തനായവൻ എനിക്കായി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്നും അതുപോലെ തന്നെ ലൂക്കോസ് 1-ാം അധ്യായം അമ്മ മാതാവ് യേശുക്രിസ്തുവിന് ജന്മം നൽകിയതും അമ്മ മാതാവ് സഹിച്ച ത്യാഗങ്ങളും എൻ്റെ ഹസ്ബൻഡ് എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടേയിരുന്നു. എനിക്ക് ആകെ ടെൻഷനായി. കാരണം ആ റൂം മൊത്തം ഡോക്ടേഴ്സാണ്. എൻ്റെ ന്യൂറോളജിസ്റ്റും ഓൺകോൾ അങ്ങനെ ഫുൾ ഡോക്ടേഴ്സാണ്. എന്താണ് കുഞ്ഞു പുറത്തെടുക്കുമ്പോൾ എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അവിടെയും അമ്മ മാതാവും തിരുക്കുമാരൻ്റെയും സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. കാരണം കുഞ്ഞ് പകുതി പുറത്തേക്ക് അവർ സി സെക്ഷൻ ചെയ്ത് പകുതി പുറത്തേക്ക് അവർ കുഞ്ഞിനെ എടുത്തപ്പോഴേക്കും കാറി പൊളിച്ചുകൊണ്ടാണ് എൻ്റെ കുഞ്ഞ് പുറത്തേക്ക് വന്നത്. അവൾ ചിരിച്ച് ഒരു കാറി പൊളിച്ച് കൈയും പൊക്കി. ഡോക്ടേഴ്സ് അവൾ പറഞ്ഞു ഷീ ഈസ് റിയലി എ മിറക്കിൾ ബേബി എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടേഴ്സ് അവളെ മാറ്റിയത്. അവളെ വൈപ്പ് ചെയ്ത് എൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവന്നു. നിയോനേറ്റൽ ഐസിയുലേക്ക് മാറ്റുമെന്ന് പറഞ്ഞെടുത്ത് എൻ്റെ അടുത്തേക്ക് തന്നെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തമ്പുരാൻ കൊണ്ടു തന്നു. അന്ന് വൈകിട്ട് പിന്നെ എനിക്ക് സീഷൻ്റെ മുമ്പായിട്ട് വരുന്ന ഓറ പോലെ വന്നു. പക്ഷേ വിശ്വാസ പ്രമാണത്തിൻ്റെയും പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് എനിക്ക് സീഷറൊന്നും വന്നില്ല. ആ ഒരാഴ്ചത്തോളം എനിക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ടി വന്നു. എനിക്ക് ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് കുഞ്ഞിനെ എല്ലാ ടെസ്റ്റുകളും ചെയ്യണം, എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ അവൾക്ക് ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം അമ്മ മാതാവിൻ്റെ സാന്നിധ്യത്താൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയം തൊട്ടേ ഇവൾക്ക് ഞാൻ ഇവിടെ ധ്യാനത്തിലുള്ള ആവേ മരിയ എന്ന് പറഞ്ഞ പാട്ട് ഞാൻ വയറ്റത്ത് വെച്ച് കേൾപ്പിക്കുമായിരുന്നു. അതുപോലെ എപ്പോഴും എൻ്റെ ഹസ്ബൻഡ് വയറ്റത്ത് കൈ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഇവൾ ഉണ്ടായി. ഇപ്പോഴൊക്കെ ധ്യാനം വെക്കുമ്പോഴേക്കും നമ്മളിരിക്കുന്നേക്കാളും മുമ്പ് ഞങ്ങൾ ആമി എന്നാണ് വിളിക്കുന്നത്. ആമി മുട്ടുമ്മ വന്ന് നിന്ന് കൈ കൂപ്പിപ്പിടിച്ച് പ്രാർത്ഥിക്കും. അതുപോലെ ചുമ്മാ പാടിക്കൊണ്ട് നടക്കും. ആവേ മരിയ എന്നൊക്കെ പറഞ്ഞ് പാടിക്കൊണ്ട് അവൾ നടക്കും. അങ്ങനെ ഇലോറ എന്നാണ് പേരിട്ടത്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് മൈ ഗോഡ് ഇസ് മൈ ലൈറ്റ് എന്നാണ്. അങ്ങനെ ഒരു മീനിങ് കണ്ടുപിടിച്ച്, കാരണം ദൈവത്തോട് ചോദിച്ച് വാങ്ങിയതാണ് ഞാൻ, ദൈവം എനിക്ക് ദാനമായി തന്നതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പേരാണ് ഞാൻ ഇട്ടത്. അതുപോലെ തന്നെ എൻ്റെ സീഷേഴ്സ് വന്നു 2013 തുടങ്ങിയതാണ് എൻ്റെ സീഷേഴ്സ്. മെഡിക്കേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ മാറ്റും. കാരണം അവർക്കും അറിയില്ല എന്താണ് റീസൺ, സീഷേഴ്സിൻ്റെ റീസൺ എന്ന് അവർക്ക് അറിയില്ല. മരുന്ന് കഴിക്കുമ്പോൾ ബോധം എന്താ പറയുക ഭയങ്കര ഡിസീനസ് ആയിരിക്കും. ആരെങ്കിലും ഹെൽപ്പ് വേണം എന്തെങ്കിലും ചെയ്യാനായിട്ട്. പക്ഷേ ഞാൻ ഇങ്ങോട്ട് വരുന്നതിൻ്റെ ജാനുവരിയിലത്തെ EG റിസൾട്ടിൽ 2013 ശേഷം എൻ്റെ EG റിസൾട്ട് നോർമലായി, ഒരു എപ്പിലെപ്റ്റിക് ഡിസ്ചാർജും ഇല്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ റിപ്പോർട്ട് വന്നു. അപ്പം ഞാൻ എൻ്റെ മെഡിക്കേഷൻ മാറ്റുന്നതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഞാൻ നാട്ടിലേക്ക് വരുന്നുണ്ട്, ഈ വെതർ വ്യത്യാസം കാരണം ട്രിഗർ ചെയ്യാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് തിരിച്ചു ചെന്നിട്ട് എൻ്റെ മെഡിക്കേഷൻ നിർത്താമെന്നും ഡോക്ടേഴ്സ് പറഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ നിയോഗം, എൻ്റെ മൂന്നാമത്തെ ഒരു നിയോഗം എന്ന് പറയുന്നത് ഞങ്ങളുടെ PR ആയിരുന്നു.
2019 ഞാൻ IELTS എഴുതി. പക്ഷെ എനിക്ക് ഇനഫ് സ്കോർ കിട്ടിയിരുന്നില്ല റൈറ്റിങ്ങിന്. പക്ഷെ ഞാൻ എൻ്റെ നിയോഗത്തിൽ വെച്ചത് എനിക്ക് ഇനി IELTS ഒന്നും എഴുതാൻ പറ്റത്തില്ല, പക്ഷേ എനിക്ക് എൻ്റെ PR വേണം. പക്ഷേ എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ മെറിറ്റ് കൊണ്ട് അത് കിട്ടത്തില്ല. ദൈവത്തിൻ്റെ ബൈ യുവർ ഗ്രേസ് ഓൺലി എനിക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടത്തുള്ളൂ, കാരണം എനിക്ക് ഇനഫ് സ്കോർ ഇല്ല. പക്ഷേ 2021 മെയ് ആയപ്പോൾ അവിടെ ഒരു പുതിയ PR സ്ട്രീം ഓപ്പൺ ചെയ്തു. അത് ഞാൻ എന്നും ഉറച്ചു വിശ്വസിക്കുന്നു, എനിക്ക് വേണ്ടി മാത്രം ഓപ്പൺ ചെയ്ത പോലെയാണ്. കാരണം IELTS അധികം വേണ്ട, വർക്ക് എക്സ്പീരിയൻസ് അധികം വേണ്ട, നമ്മളവിടെ വർക്ക് ചെയ്താൽ മതി, അവിടെ പഠിച്ചാൽ മാത്രം മതി. അങ്ങനെ ഞാനൊരു മെയ് 6 അതായത് ആഫ്റ്റർ 1 ഇയർ 2021 മെയ് 6 എൻ്റെ PR സബ്മിഷൻ ഞാൻ ചെയ്തു. ജാനുവരി വരെ എനിക്ക് ഒരു അറിവും ഉണ്ടായിരുന്നില്ല. 2022 ജാനുവരിയിൽ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു. അവിടെ നിന്ന് ജാനുവരി 14 ആയപ്പോൾ എൻ്റെ AR എനിക്ക് ലഭിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഹസ്ബൻഡ് സൗദിയിൽ ഒരു 3 വർഷം വർക്ക് ചെയ്തിരുന്നു. പോലീസ് ക്ലിയറൻസ് അവരെന്തായാലും ചോദിക്കും, കാരണം ഞങ്ങളുടെ കൂടെ സബ്മിറ്റ് ചെയ്തവർക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഹസ്ബൻഡ് വർക്ക് ചെയ്തതിൻ്റെ ഒരു പ്രൂഫും കയ്യിലില്ല. അത് ചോദിച്ചു കഴിഞ്ഞാൽ തീർന്നു, പിന്നെ ഞങ്ങൾക്ക് PR എന്നുള്ളൊരു ഓപ്ഷൻ ഇല്ല. പക്ഷെ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ റിക്വസ്റ്റിലിട്ടു, അതുപോലെ തന്നെ നിയോഗത്തിലും വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഇവിടെ അമ്മച്ചി ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ പറഞ്ഞു, പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, മറ്റുള്ളവരുടെ അടുത്ത് ചോദിച്ച ആ പേപ്പർ ഞങ്ങളുടെ അടുത്ത് വേറെ ഒരു പേപ്പറും ചോദിക്കാതെ ഫെബ്രുവരി ലാസ്റ്റ് ഞങ്ങളുടെ PR കൺഫേമായി വന്ന് PR കാർഡ് ഞങ്ങളുടെ കയ്യിൽ കിട്ടി. അതുപോലെ തന്നെ ഞാൻ ഇവിടത്തേക്ക് ടിക്കറ്റ് ഞങ്ങൾ ലാസ്റ്റ് ഒക്ടോബറിലാണ് എടുത്തത്. അന്ന് മുതൽ പ്രാഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്, കാരണം എനിക്കറിയില്ല ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അന്ന് മുതൽ അമ്മ മാതാവിൻ്റെ തിരുക്കുമാരൻ്റെ കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞ് ഞങ്ങളെ സംരക്ഷിക്കണമെന്നും ഇവിടെ വന്ന് എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കുവാനും ഉള്ള അനുഗ്രഹം ലഭിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ വന്നത്. അതുപോലെ തന്നെ ഒരു അനുഗ്രഹം, എൻ്റെ ജോലിക്ക് ഭയങ്കര തടസ്സമായിരുന്നു. എന്ത് ചെയ്താൽ എനിക്ക് പ്രൊബേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സങ്ങൾ അവിടെ വരുമായിരുന്നു. എനിക്ക് തോന്നുന്നു എപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എൻ്റെ മെറിറ്റ് എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് ഈ ജോലി കിട്ടിയത്, ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു അങ്ങനെയൊക്കെ വിചാരിച്ചതുകൊണ്ടായിരിക്കണം എനിക്ക് അതൊന്നും കിട്ടിയിരുന്നില്ല. എനിക്ക് ഈ ഫെബ്രുവരിയിൽ എനിക്കൊരു ജോലി, അത് ഞാൻ സെപ്റ്റംബറിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതാണ്. പക്ഷേ ആ സമയത്ത് അവിടെ ഓപ്പണിംഗ് ഉണ്ടായിരുന്നില്ല. ഞാൻ റിക്വസ്റ്റിലിട്ടു. ഫെബ്രുവരിയിൽ അവരെന്നെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തു, ഇവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ട്, ഇൻട്രസ്റ്റഡ് ആണോ എന്ന് ചോദിച്ചു. ഞാൻ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞ് ഫെബ്രുവരി 8 ഞാൻ ജോയിൻ ചെയ്തു. മെയ് 6 എൻ്റെ പ്രൊബേഷൻ കംപ്ലീറ്റ് ചെയ്ത് പെർമനൻ്റ് ആയെന്ന് അറിഞ്ഞിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത്. ഇത്രയേറെ അനുഗ്രഹങ്ങൾ എൻ്റെ തമ്പുരാനും അമ്മ മാതാവും ഞങ്ങൾക്ക് ചെയ്തു തന്നതിനായി 1000 നന്ദി അർപ്പിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥത്തിൽ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 2-ാം തിരുവചനം പറയുന്നു, സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. ഷിജി നോബി എന്ന ഈ മകള് തൻ്റെ അനുഭവ സാക്ഷ്യത്തിലൂടെ എങ്ങനെയാണ്, അതായത് ഈ മകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്ന് അതിൻ്റെ മെഡിക്കേഷനും റേഡിയേഷൻ കീമോ ഇങ്ങനെയുള്ളതെല്ലാം കഴിഞ്ഞതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു അവസരത്തിൽ, അതായത് 2012 മുതൽ, അപ്പോൾ മുതൽ ഈ മകള് തുടർച്ചയായി കഴിച്ചുകൊണ്ടിരുന്ന മെഡിസിൻ അതുമൂലം ഒരിക്കലും ഒരു കുഞ്ഞ് ഉണ്ടാകാൻ സാധ്യതയില്ല. ഹൈ ഡോസ് മെഡിസിനൊക്കെയാണ് കഴിക്കുന്നത്, അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ഒരു ചാൻസ് ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആ ഒരു മോൾക്ക് ഇപ്പോൾ തനിക്ക് കിട്ടിയ കുഞ്ഞിനെയും കൊണ്ടാണ് ഇവിടെ വന്നു നിന്ന് നമ്മോട് സാക്ഷ്യം പറയുക. സ്വീകാര്യമായ സമയത്ത് തമ്പുരാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ആ മക്കൾക്ക് എങ്ങനെയാണ്, ആ ദമ്പതികൾക്ക് ഒരു കുഞ്ഞിനെ ലഭിക്കുക? അവർ സ്വയം ആ മെഡിസിൻ വേണ്ട എന്ന് വയ്ക്കുന്നു. അതിൻ്റെ റിസ്ക് അവർക്ക് തന്നെയാണ് അത് എന്നുള്ളതെല്ലാം അവരെ കൊണ്ട് എഴുതി വെപ്പിച്ചിട്ടാണ് ആ മെഡിസിനൊക്കെ അവർ സ്റ്റോപ്പ് ചെയ്യുക. പിന്നീട് അവർക്കുള്ളത് അമ്മയുടെ മാധ്യസ്ഥവും ജപമാലയും. കൈകോർത്ത് പിടിച്ച് ജപമാല പ്രാർത്ഥിക്കുന്ന ദമ്പതികൾ, അവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞ് വേണം എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയോടെ തന്നെ അവർ എല്ലാ റിസ്കുകളും ഏറ്റെടുക്കാൻ തയ്യാറാകുകയാണ്. പിന്നീട് ഈ മകൾക്ക് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള
ഫിറ്റ്സ് വരികയാണ്, സീഷർ വരികയാണ്. അങ്ങനെ 1 വീക്കൊക്കെ അൺകോൺഷ്യസ് ആകുന്നു. അതിൻ്റെ മെഡിസിൻ്റെ ഡോസ് കൂട്ടുന്നു. ഈ കുഞ്ഞ് 6 മാസം ഈ കുഞ്ഞിനെ പ്രഗ്നൻസിയിലുള്ളപ്പോൾ തന്നെ അതൊക്കെ വരികയും അങ്ങനെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്നു. കുഞ്ഞിന് ഇതൊക്കെ അഫക്റ്റ് ചെയ്യാം. കുഞ്ഞിന് മുച്ചുണ്ട്, അല്ലെങ്കിൽ കുറുനാക്ക്, ഇതൊക്കെയാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത്. ഇങ്ങനെയൊക്കെ വരാം മെഡിസിൻ്റെ ഡോസൊക്കെ കൂടിയ അവസ്ഥയിൽ. എന്നാൽ പിന്നീട് അത് കുഞ്ഞിനെ വീണ്ടും ബ്രെയിനിനൊക്കെ അഫക്റ്റ് ചെയ്യാം. ഫിസിക്കലായിട്ട് പല രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാം. ഇങ്ങനെയൊക്കെ പറയുന്ന സാഹചര്യത്തിൽ ഒരു കുഞ്ഞിനെ എങ്ങനെ കുഞ്ഞിനെ ഇവർക്ക് ലഭിക്കുന്നു, ആരോഗ്യമുള്ള കുഞ്ഞിനെ? അതാണ് നാം ഇപ്പോൾ സാക്ഷ്യത്തിലൂടെ കേട്ടത്. പിന്നീട് ഇവർക്ക് PR ലഭിക്കാനായിട്ട് ഉള്ള തടസ്സങ്ങൾ, അതിന് എങ്ങനെ അമ്മ മാതാവിൻ്റെ സഹായത്തിലൂടെ PR ലഭിക്കുന്നു. പിന്നീട് ഈ മകളുടെ റിപ്പോർട്ടൊക്കെ പിന്നീട് കിട്ടുകയാണ്. അതായത് യാതൊരു കോംപ്ലിക്കേഷനും ഈ മകൾക്ക് ഇനി ഇല്ല എന്നുള്ള രീതിയിലുള്ള മെഡിക്കൽ റിപ്പോർട്ടുമായിട്ടാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുക, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ യോഗ്യതയല്ല, കർത്താവിൻ്റെ കൃപകളാണ് നമ്മിലേക്ക് ചൊരിയുക. ഇവർ ഉടമ്പടിയിൽ വിശ്വസ്തരും സത്യസന്ധരുമായിരുന്നു. ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത്. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് 5 വർഷത്തിന് ശേഷമാണ് പിന്നീട് ഇപ്പോൾ ഇവിടെ സാക്ഷ്യം പറയുവാനായിട്ട് വന്നിരിക്കുക. അതിനിടയ്ക്ക് ഇവർക്ക് വരാൻ പറ്റുന്ന സാഹചര്യങ്ങളല്ലായിരുന്നു. സമയചുരുക്കത്തിൻ്റെ അമ്മ, സ്ഥലകാലങ്ങളുടെ മേൽ അധികാരമുള്ള അമ്മ, ടൈം ഷോർട്ടനിങ്ങും നമുക്കിവിടെ കാണുവാൻ കഴിയും. ഇതൊക്കെ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ തന്നെയാണ്. അമ്മയുടെ സാന്നിധ്യം. ഇവർ മുറിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരമ്മയും കുഞ്ഞും അവിടെ വന്നിട്ടുണ്ട്. എനിക്ക് ആ അമ്മയുടെ സാന്നിധ്യം എനിക്ക് മനസ്സിലാകുന്നു എന്ന് തൻ്റെ ജീവിത പങ്കാളിയോട് ഈ മകൾ പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മോട് പറയുന്നത് നാം ഉടമ്പടി എടുക്കുന്നവർ മാത്രമാകരുത്, ഉടമ്പടിയിലെ വിശ്വസ്തരും സത്യസന്ധരുമായിരുന്നു കൊണ്ട് ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുമ്പോട്ട് പോകണം. അപ്പോൾ ദൈവം നമുക്ക് ലഭിക്കുന്ന, ഒരിക്കലും നടക്കില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കൃപകളായിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അമ്മയ്ക്കും ഈശോയ്ക്കും ഒത്തിരി നന്ദി. എൻ്റെ പേര് സോന ഡേവിസ്. ഞാൻ എറണാകുളം ജില്ലയിലെ വെള്ളാരപ്പള്ളിയിൽ നിന്ന് വരുന്നു. എനിക്കിവിടെ പറയാനുള്ള പ്രധാനപ്പെട്ട സാക്ഷ്യം, എൻ്റെ ഉപരിപഠനത്തിനായി യൂറോപ്യൻ യൂണിയൻ്റെ ഇറാസ്മസ് മുണ്ടസ് എന്ന് പറയുന്ന ഒരു സ്കോളർഷിപ്പിന് സെലക്ഷൻ ഫുള്ളി ഫണ്ടഡായിട്ട് ലഭിക്കണം എന്ന സാക്ഷ്യമായിരുന്നു, എന്ന നിയോഗമായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2024 ജനുവരി 23 ഓൺലൈനായിട്ട്. ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ BSc ഓണേഴ്സ് ഫിസിക്സ് ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ അമ്മ 2023 ഒക്ടോബർ മുതൽ തീർത്ഥാടന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മുതൽ ഞാൻ ഉടമ്പടിയെപ്പറ്റി കേൾക്കുന്നുണ്ട്. പക്ഷേ എനിക്കിതിനെപ്പറ്റി, ഇതിൻ്റെ കാര്യങ്ങളൊന്നും അധികം ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലായിരുന്നു. അമ്മ എന്നോട് പറയും, അമ്മയ്ക്ക് ഇതിലൂടെ ആത്മീയമായിട്ട് ധൈര്യം കിട്ടുന്നുണ്ട് എന്നെല്ലാം പറയുമായിരുന്നു. എങ്കിലും ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഒരു അത്ഭുതം നടക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി എന്തിനാണ് ഇങ്ങനെ അത്ഭുതത്തിൻ്റെ പിന്നാലെ എന്തിനാണ് പോകുന്നത് എന്നൊരു ചിന്തയായിരുന്നു എനിക്ക്. എങ്കിലും അമ്മയ്ക്ക് കുറച്ച് ടെൻഷനൊക്കെ മാറുന്നുണ്ട്, ധൈര്യം കിട്ടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു. പിന്നീട് ജനുവരിയിൽ ഞാൻ വെക്കേഷന് വീട്ടിൽ വരുമ്പോഴാണ് ഈ ഉടമ്പടിയിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് കൂടുതലായിട്ട് അറിയാൻ എനിക്ക് സാധിച്ചത്. അരമണിക്കൂർ ബൈബിൾ വായിക്കുക, ധ്യാനം കൂടുക, ആത്മീയമായിട്ട് ഒരുപാട് വളരുന്നത്, അമ്മ ഒരുപാട് ആത്മീയമായി വളരുന്നത് ഞാൻ കണ്ടു. അങ്ങനെ അതെല്ലാം കണ്ടാണ് ഞാൻ തിരിച്ച് ഡൽഹിയിലേക്ക് പോകുന്നത്. ഡൽഹിയിൽ പോയി എൻ്റെ ലാസ്റ്റ് സെമ്മായിരുന്നു BSc ഓണേഴ്സ് ഫിസിക്സിൻ്റെ ലാസ്റ്റ് സെം പഠിക്കുന്ന സമയത്ത് ഞാൻ തിരിച്ച് ഡൽഹി ചെന്നപ്പോൾ എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളായിരുന്നു. എനിക്ക് അടുത്ത MSc ആസ്ട്രോഫിസിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു സ്കോളർഷിപ്പ് കിട്ടണം ഇറാസ്മസ് മുണ്ടസിൻ്റെ. അതുപോലെ തന്നെ എൻ്റെ ലാസ്റ്റ് സെമ്മിന് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങണം, അതിൽ മാത്രമായിരിക്കണം എൻ്റെ ഫോക്കസ് എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായി. പക്ഷേ എൻ്റെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് അങ്ങനെയൊന്നും അല്ലായിരുന്നു. എൻ്റെ ചുറ്റുമുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്ട്രെസ്സ് എടുത്ത് അത് ഉള്ളിലൊതുക്കി ഭയങ്കരമായിട്ട് ഇമോഷണലി സ്ട്രെസ്സായി എനിക്ക് എൻ്റെ ഭാവിയിലേക്ക് ഒന്നും ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ നിന്നിരുന്നത്. ആ സമയത്ത് എനിക്ക് തോന്നി, നമ്മുടെ ആദ്യ കുർബാന സമയത്തൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു വിശുദ്ധി, ആ ഒരു ചൈതന്യം, അതൊക്കെ എന്നിൽ നിന്ന് എന്തോ മിസ്സായി പോയ പോലെ എനിക്ക് തോന്നി.
അങ്ങനെ ആത്മീയമായിട്ട് വളരാനും എൻ്റെ ജീവിതം ക്രമീകരിച്ചാൽ എനിക്ക് എന്തായാലും എൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിപ്പെടാനും ഈശോയെ കൂടുതലായിട്ട് സ്നേഹിക്കാനും സാധിക്കുമെന്ന് മനസ്സിലാക്കി ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ജനുവരി 23 ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തു. ഫെബ്രുവരി 15 എൻ്റെ ആപ്ലിക്കേഷൻ്റെ ഡെഡ് ലൈൻ. അപ്പോൾ ഈ കോഴ്സിനെന്ന് പറഞ്ഞാൽ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് നമ്മൾ റെഡിയാക്കാനുണ്ട്. മോട്ടിവേഷൻ ലെറ്റർ, CV, അതുപോലെ റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ്, അങ്ങനെ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കാനുണ്ട്. എൻ്റെ കയ്യിലാണെങ്കിൽ ആകെ 1 മാസേ സമയമുള്ളൂ. കുറേ നാളായിട്ട് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യണമെന്ന്. പക്ഷേ എൻ്റെ പരീക്ഷകളുടെ തിരക്കിനിടയിൽ എനിക്ക് അതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ എങ്ങനെയാണിത് ചെയ്യുക, എങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിലും ഇതിലേക്ക് എങ്ങനെ എത്തിപ്പെടുന്ന എൻ്റെ മുന്നിൽ ഒരു ഐഡിയയും ഇല്ലാത്തൊരു അവസ്ഥയായിരുന്നു. അച്ഛൻ പറയുന്ന പോലെ ഒരു ഐഡിയയും ഇല്ലാത്തവരുടെ ഐഡിയയാണ് ഉടമ്പടി എന്ന് പറയുന്ന പോലെ അങ്ങനെയാണ് ഉടമ്പടിയിലേക്ക് ഞാൻ വരുന്നത്. ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് മുതൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് എവിടെ നിന്നില്ലാത്തൊരു ആത്മധൈര്യമാണ്. പിന്നീട് എൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളിലൊന്നും അല്ലായിരുന്നു എൻ്റെ ശ്രദ്ധ. എൻ്റെ ഫ്രണ്ട്സുകളുടെ ഇടയിലുണ്ടാകുന്ന വിഷമങ്ങളോ അല്ലെങ്കിൽ പഠനത്തിൻ്റെ സ്ട്രെസ്സോ ഒന്നും എന്നെ ബാധിക്കാതെ എല്ലാ കാര്യങ്ങളിലും ഫോക്കസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ട് എല്ലാ ഡോക്യുമെൻറ്റ്സും തയ്യാറാക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ഈ മോട്ടിവേഷൻ ലെറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ മാർക്ക് മാത്രം പോരാ, നമ്മൾ എക്സ്ട്രാ ചെയ്യുന്ന കുറേ പ്രൊജക്ട്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവരതിനെ സെലക്ട് ചെയ്യുള്ളൂ. ഞാൻ ആഗ്രഹിക്കുന്ന ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയൻ്റെ ഇറാസ്മസ് മുണ്ടസ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. അത് 4 രാജ്യങ്ങളായിട്ട് പഠിക്കുന്ന പ്രോഗ്രാമാണ്. അതിനവർ ഒരു കൺട്രിയിൽ നിന്ന് തന്നെ 10% പേരെ, അതായത് 2-3 പേരെയാണ് ഇന്ത്യയിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യുള്ളൂ. അപ്പോൾ അത് കിട്ടാനുള്ള ഒരു മെറിറ്റും എനിക്ക് അപ്പോൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ മോട്ടിവേഷൻ ലെറ്റർ തയ്യാറാക്കാനായിട്ട് ആകെ 10-15 ദിവസം എൻ്റെ മുന്നിലുള്ളൂ. ആ സമയത്തും മാതാവ് ഈശോയും എന്നോടിങ്ങനെ പറഞ്ഞു തരികയാണ് ഓരോ സൈറ്റിൽ കയറിയിട്ട് ഓരോ പ്രൊജക്റ്റുകൾ, ഞാൻ അന്ന് വരെ കേട്ടിട്ടില്ലാത്ത ഓരോ ടോപ്പിക്സിനെ പറ്റിയും കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ ആ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ഓരോ ഡോക്യുമെൻറ്റ്സും വിശുദ്ധ ഉപ്പിട്ട് പ്രാർത്ഥിച്ചാണ് ഞാൻ അപ്ലോഡ് ചെയ്തത്. അതുപോലെ വീട്ടിൽ അമ്മയും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഉപ്പിട്ട് പ്രാർത്ഥിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഫെബ്രുവരി 15 മുന്നായിട്ട് തന്നെ എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റി. ആ സമയത്ത് ഞാൻ മാതാവിനോട് പറയുകയുണ്ടായി, എനിക്കിനി ഇത് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഈ ലെറ്റർ ഇത്രയും ഭംഗിയായിട്ട് അത് ചെയ്യാൻ പറ്റിയത് തന്നെ എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നി. അങ്ങനെ അതെല്ലാം ചെയ്തു, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു. വേറൊരു 2 ആപ്ലിക്കേഷനാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത്. ഈ സെയിം പ്രോഗ്രാമിൻ്റെ 2 കോഴ്സുകളിലേക്ക് ഞാൻ അപ്ലൈ ചെയ്തു. ഒരെണ്ണം ആസ്ട്രോഫിസിക്സ്, അതാണ് കിട്ടാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് ആയിരുന്നു അതിൽ. പിന്നെ ജിയോ പ്ലാനറ്ററി സയൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം കൂടെ. ഇതിന് 2നും ഞാൻ അപ്ലൈ ചെയ്തു. അങ്ങനെ ഇതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ എനിക്ക് പിന്നെയും എക്സാംസ്, കോളേജിലെ ഓരോ ആക്ടിവിറ്റീസ്, ഇങ്ങനെ പല തിരക്കുകളുടെ ഇടയിലും ഉടമ്പടി ജീവിതമാണ് എന്നെ ഇങ്ങനെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരുന്നത്. എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ അടുത്ത പ്ലാൻ, ഇനി ഇത് കിട്ടിയില്ലെങ്കിൽ എന്താ പ്ലാൻ ബി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മുന്നിൽ ഒരു പ്ലാൻ ബി ഇല്ല. ഇത് ദൈവഹിതമാണെങ്കിൽ മാതാവും ഇടപെട്ട് ഈശോ എനിക്കിത് വാങ്ങിത്തരും എന്നുള്ള ഉറച്ച ബോധ്യത്തിലാണ് ഞാൻ നിന്നത്. അങ്ങനെ മാർച്ച് 15 ആയപ്പോൾ ഞാൻ 2ാമത് വെച്ച പ്രോഗ്രാമിന് എനിക്ക് റിജക്ഷൻ കിട്ടുകയാണ്. അവർ പറഞ്ഞു, അതായത് ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരുപാട് മെറിറ്റുള്ള മാർക്കും പ്രൊജക്റ്റുകളൊക്കെ ഒരുപാട് അധികം ചെയ്തിട്ടുള്ള ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് കാൻഡിഡേറ്റ്സ് ഇന്ത്യയിൽ നിന്നുള്ളത് കൊണ്ട് നിൻ്റെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എനിക്ക് റിജക്ഷൻ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൽ എൻ്റെ മെറിറ്റ് ഒന്നുമില്ല, എനിക്ക് ഈ ഒരു വിഷയത്തിൽ 0 മെറിറ്റാണെന്ന് മാതാവ് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നതാണത്. അതിനുശേഷം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ദൈവഹിതമാണെങ്കിൽ ഇത് നടക്കുമെന്ന ഉറച്ച വിശ്വാസത്തിൽ ഞാൻ നിന്നു. ഏപ്രിൽ 29-ാം തീയതി വൈകുന്നേരം എനിക്ക് മെയിൽ വരികയാണ്, ഈ ഏറ്റവും കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്ന ആസ്ട്രോഫിസിക്സിന് എനിക്ക് സെലക്ഷൻ ലഭിച്ചു എന്ന് പറഞ്ഞ്. സെലക്ഷൻ ലഭിച്ചത് സെൽഫ് ഫണ്ടഡ് സ്റ്റുഡൻ്റ് ആയിട്ടാണ്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ക്ലാസ്സിൽ തന്നെ 2 കുട്ടികൾ കൂടെ ഈ കോഴ്സിന് അപ്ലൈ ചെയ്തിരുന്നു. ഈ കോഴ്സിന് അപ്ലൈ ചെയ്യുമ്പോഴുള്ള ഏറ്റവും ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഇവർ പറഞ്ഞിരുന്ന ഒരു നിബന്ധന ജൂൺ മാസത്തിനുള്ളിൽ തന്നെ ഗ്രാജുവേഷൻ കഴിയുന്ന കുട്ടികൾക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഫസ്റ്റ് കൺട്രി ഇതിൻ്റെ ഇറ്റലിയിലാണ്. അപ്പോൾ ഇറ്റലിയിലേക്ക് വിസ ആവശ്യമുള്ളവർ ജൂൺ ആകുമ്പോഴേക്കും ഗ്രാജുവേഷൻ തീരണം എന്ന്. എൻ്റെ പരീക്ഷകളാണ് ജൂണിൽ നടക്കുകയുള്ളൂ, റിസൾട്ട് വരുമ്പോഴേക്കും ഓഗസ്റ്റ് ആവും എന്നാണ് എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഇവർക്ക് ആദ്യം തന്നെ ഈ ഓഗസ്റ്റിലാണ് എൻ്റെ ഗ്രാജുവേഷൻ ഡേറ്റ് ഉള്ളത് എന്ന് കണ്ട് തന്നെ എന്നെ റിജക്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ കൂടെയുള്ള ഒരു കുട്ടിക്ക് സെയിം റീസൺ കാരണം അവൻ്റെ ആപ്ലിക്കേഷൻ റിജക്റ്റായി. എൻ്റെയും വേറൊരു ഫ്രണ്ടിൻ്റെയും ആപ്ലിക്കേഷൻ അവർ
ചെക്ക് ചെയ്തു. പക്ഷേ വേറൊരു കുട്ടിക്ക് വന്നത് ഇതുപോലെ റാങ്കിങ് താഴെയാണെന്ന് പറഞ്ഞിട്ട് റിജക്ഷനാണ് വന്നത്. അതിനുശേഷമാണ് ഏപ്രിൽ 29 എനിക്ക് സെൽഫ് ഫണ്ടഡായിട്ട് ഇതിന് സെലക്ഷൻ കിട്ടുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം ഭയങ്കര സന്തോഷമായി. കാരണം ഇത്രയും വലിയൊരു പ്രോഗ്രാമിലേക്ക് എന്നെ സെലക്ട് ചെയ്തു. എൻ്റെ മെറിറ്റ് കൊണ്ട് എനിക്ക് കിട്ടാവുന്നതൊന്നുമല്ല ഇത്. റിഫ്യൂസ് ചെയ്യാനുള്ള എല്ലാ കാരണങ്ങളുണ്ടെങ്കിൽ പോലും അത് കിട്ടി. പക്ഷേ സെൽഫ് ഫണ്ടഡ് എന്ന് പറയുമ്പോൾ ഇതിന് 25 ലക്ഷമാണ് ഈ കോഴ്സിന് ഫീസ് വരുന്നത്. 25 ലക്ഷം ഫീസും അത്രയും തന്നെ ലിവിങ് കോസ്റ്റും വരുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ എന്തായാലും സെൽഫ് ഫണ്ടഡായിട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്കിത് കിട്ടിയതും കിട്ടാത്തതൊക്കെ ഒരേപോലെ ആയിപ്പോയി. കാരണം 25 ലക്ഷം പോയിട്ട് 25,000 പോലും എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയായിരുന്നു വീട്ടിൽ. അപ്പോൾ എനിക്കിത് കൺഫ്യൂഷനായി. ഇതിന് ഇത്രയും വലിയൊരു സംഭവം എനിക്ക് കിട്ടി, പക്ഷെ ഞാനിത് സെലക്ട് ചെയ്യണോ വേണ്ടയോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. രാത്രി കിടക്കുമ്പോഴേക്കും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും, എനിക്കിതിനൊരു ഉത്തരം കിട്ടണം. കാരണം ഞാൻ ചോദിച്ച പോലെ ഇത്രയും വലിയൊരു സംഭവത്തിന് എനിക്ക് സെലക്ഷൻ കിട്ടി, പക്ഷേ അതെങ്ങനെ ചെയ്യും എന്നെനിക്കറിയില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് വചനം എടുത്തപ്പോൾ എനിക്ക് കിട്ടിയത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 23:11. അടുത്ത രാത്രി കർത്താവ് അവന് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ധൈര്യമായിരിക്കുക, ജെറുസലേമിൽ നീ എനിക്ക് സാക്ഷ്യം നൽകിയതുപോലെ റോമായിലും സാക്ഷ്യം നൽകണമെന്ന്. അതെന്നെ സ്ട്രൈക്ക് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ, എൻ്റെ ആദ്യത്തെ ഈ 4 കൺട്രീസിലാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു. അതിലെ ആദ്യത്തെ കൺട്രി ഇറ്റലിയാണ്. അതിലെ യൂണിവേഴ്സിറ്റി ഓഫ് റോമിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ ഈശോ എന്നോട് വചനത്തിലൂടെ കൃത്യമായി പറയുകയാണ്, നീ റോമയിൽ പോയി സാക്ഷ്യം നൽകണം എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ദൈവഹിതമാണ്, ഞാനിത് എങ്ങനെയെങ്കിലും അക്സെപ്റ്റ് ചെയ്യണം. പക്ഷേ ഇത്രയും പൈസ എവിടുന്ന എന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ഞാനത് സെലക്ട് ചെയ്യാണ്. അപ്പോൾ അമ്മ എന്നോട് ചോദിക്കുകയാണ്, ഇത് നമുക്ക് പറ്റില്ലല്ലോ, ഇത്രയും ഫണ്ട് എങ്ങനെ ചെയ്യാനാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, ഈശോനോട് പറഞ്ഞതാണ് റോമയിൽ പോയി സാക്ഷ്യം നൽകണമെന്ന്. അപ്പോൾ എന്തായാലും ഞാനിത് അക്സെപ്റ്റ് ചെയ്യാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു പൈസ എടുത്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥ വരുന്ന ആ ഡേറ്റ് വരെ നമുക്കിങ്ങനെ തന്നെ മുന്നോട്ട് പോകാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഈ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തൊട്ട് എൻ്റെ ലാസ്റ്റ് സെമ്മിൻ്റെ എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് സെമ്മിൻ്റെ എക്സാമിൻ്റെ ഇടയിൽ എനിക്ക് ഇതിൻ്റെ ടെൻഷനുണ്ട്, എക്സാമിന് പഠിക്കണം. അതിൻ്റെ ഇടയ്ക്ക് കഴിഞ്ഞ സെമ്മിൽ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കൊടുത്തിരുന്നു, അതിൻ്റെ എല്ലാം ടെൻഷനുണ്ട്. എങ്കിലും ഓരോ ദിവസവും വചനത്തിലൂടെ എന്നെ ഇങ്ങനെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ പരീക്ഷകളൊക്കെ എഴുതി. ലാസ്റ്റ് ഒരു പരീക്ഷ ഇമ്പ്രൂവ്മെൻറ്റ് എഴുതുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. കാരണം ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ എക്സാംസും ഇമ്പ്രൂവ്മെൻറ്റ്സും വരുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഡേറ്റും ഒന്നുമില്ല. ഇപ്പോൾ 3-ാം തീയതി ഒരു പരീക്ഷയാണെങ്കിൽ 4-ാം തീയതി അടുത്ത ഇമ്പ്രൂവ്മെൻറ്റ്. അപ്പോൾ ഒട്ടും ഗ്യാപ്പില്ലാതെയാണ് പരീക്ഷകൾ വരുന്നത്. എനിക്കിത് അപ്ലൈ ചെയ്തു, പക്ഷേ എഴുതണോ വേണ്ടയോ എന്നൊക്കെ ഭയങ്കര കൺഫ്യൂഷനുള്ള സമയത്ത് വചനം എടുത്തപ്പോൾ താലന്തുകളുടെ ഉപമയാണ് കിട്ടിയത്. 1 താലന്ത് കിട്ടിയ 5 താലന്ത് കിട്ടിയവൻ അത് 10 ആക്കി എന്ന് പറയുന്നു. അപ്പോൾ അമ്മ അത് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നീ ഇതൊന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യണം, ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നാണ് ഈശോ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഞാനത്, എനിക്ക് പഠിക്കാനുള്ള സമയമൊന്നുമില്ല, കഴിഞ്ഞ സെമ്മിൽ പഠിച്ച അത്രയും പോലും എനിക്കത് പഠിക്കാൻ പറ്റിയില്ല. എങ്കിലും ഞാനതിന് രണ്ടും കൽപ്പിച്ച് അങ്ങ് പരീക്ഷ എഴുതാനായിട്ട് പോയി. പരീക്ഷ എഴുതാൻ പോയപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് സങ്കടം വരാം. കാരണം എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ഉത്തരം അറിയാം. അത് ഏറ്റവും എളുപ്പമുള്ള ഒരു പരീക്ഷ പേപ്പറാണ് കിട്ടിയത്. ചുറ്റുമുള്ള എല്ലാവരും പറയുന്നത് ഭയങ്കര എളുപ്പമാണെന്നൊക്കെ പറഞ്ഞു. എനിക്കും അറിയാം ഇതിൽ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. പക്ഷേ എനിക്കൊന്നും എഴുതാൻ പറ്റുന്നില്ല. ഞാൻ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് അക്സെപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇതിൻ്റെ ഫണ്ട് എങ്ങനെയാണ്, അങ്ങനെ എനിക്ക് മൊത്തത്തിലൊരു ടെൻഷനാണ്. ഇതെങ്ങനെയാണ് ഈ പരീക്ഷാ ഹാളിൽ ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഉത്തരം, പക്ഷെ അതിലേക്ക് എഴുതാൻ പറ്റുന്നില്ല. അപ്പോൾ ഓരോ പരീക്ഷയ്ക്കും ഞാൻ കാശുരൂപം പിടിച്ചും വിശുദ്ധ ഉപ്പും ഇട്ടാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്ന വചനം, ഞാൻ മൊബൈൽ ഫോണിൽ ബൈബിളിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് കയറുന്നതിന് മുന്നേ ഞാൻ അന്ന് എടുത്തു നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയത്, നിനക്കെൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നതെന്നാണ്. അപ്പോൾ എനിക്ക് ഒന്നും എഴുതാൻ പറ്റുന്നില്ല. ഞാൻ എന്നിട്ട് ഈശോയോട് പറഞ്ഞു, ഇത് എൻ്റെ ബലഹീനമായ അവസ്ഥയാണ് ഞാൻ മനസ്സിലാക്കുന്നു, നിൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകാൻ ഇടവരുത്തണേ എന്ന് പറഞ്ഞിട്ട് ഞാനത് എല്ലാം അറ്റൻഡ് ചെയ്തു. പക്ഷേ എന്തൊക്കെ എഴുതണമെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ ഞാനത് എഴുതി വന്നു. അന്ന് തിരിച്ചു വരുന്ന സമയത്ത്
ഞാൻ എൻ്റെ റൂമിലേക്ക് കോളേജിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഒരു കാല് വയ്യാത്ത ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കൈ നീട്ടുകയാണ്, എന്തെങ്കിലും തരാമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ, ഞാൻ ക്യാഷായിട്ട് കയ്യിൽ വെക്കാറില്ല, എൻ്റെ കയ്യിൽ ഗൂഗിൾ പേയിൽ മാത്രമേ പൈസയുള്ളൂ. അപ്പോൾ എനിക്ക് എന്തോ ഒരു സങ്കടം തോന്നി, പക്ഷേ കൊടുക്കാനൊന്നും എൻ്റെ കയ്യിലൊന്നുമില്ല. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, അയ്യോ എൻ്റെ കയ്യിലില്ല, ഇങ്ങനെ ഹിന്ദിയിൽ പറഞ്ഞു, എൻ്റെ കയ്യിലൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ നടന്നു. പക്ഷേ എൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു വിങ്ങൽ പോലെ. അപ്പം ഞാനിങ്ങനെ അയാളെ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കെന്തോ ഈശോ എന്നെ നോക്കുന്ന പോലെ ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ അയാളോടൊന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ അടുത്ത കടയിൽ പോയി ഗൂഗിൾ പേയിൽ ഉള്ള പൈസ എക്സ്ചേഞ്ച് ചെയ്ത് കുറച്ച് പൈസ തരാമോ എന്ന് 2-3 കടകളിൽ ചോദിച്ച്, അങ്ങനെ അയാൾ തന്ന പൈസ ഞാൻ അയാൾ കൊണ്ട് കൊടുത്ത് ഈശോ നിങ്ങളെ അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയി. അപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം. ഞാൻ ഇതിനു മുന്നേ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു ആത്മീയ സന്തോഷം എനിക്ക് അത്ര അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ എന്തോ ഒരു ഈശോയുടെ ഒരു പ്രസൻസ് എനിക്ക് അനുഭവപ്പെട്ടു. അങ്ങനെ ഞാൻ അമ്മയുടെ അടുത്ത് അന്ന് വിളിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരുന്നപ്പോൾ പിറ്റേ ദിവസം എനിക്ക് പരീക്ഷയുണ്ട്. അങ്ങനെ പിറ്റേ ദിവസത്തെ പരീക്ഷയ്ക്ക് പോയി വന്നു കഴിഞ്ഞ് ഞാൻ മെയിൽ തുറക്കുമ്പോൾ കാണുന്നത് എനിക്ക് ആ പ്രോഗ്രാമിന് ഫീ വേവർ ലഭിച്ചു എന്ന് പറഞ്ഞിട്ടാണ്. അതായത് ഈ 25 ലക്ഷം സ്കോളർഷിപ്പ്, ഈ 25 ലക്ഷം ഫീസ് വരുന്നത് എനിക്കിനി കൊടുക്കണ്ട, അതായത് ആ ഫീസ് ഫുൾ സ്കോളർഷിപ്പായിട്ട് ലഭിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞു, മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി പറഞ്ഞു. കാരണം എൻ്റെ മെറിറ്റ് കൊണ്ട് എനിക്ക് കിട്ടാവുന്ന ഒരു കാര്യമല്ലാതെ എൻ്റെ 0 മെറിറ്റിൽ ഈശോ ബലഹീനതയിൽ പൂർണ്ണമായ ശക്തി പ്രകടമാക്കിയെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ ഡൽഹിയിൽ ഞാൻ പറഞ്ഞ പോലെ അത്രയും സ്ട്രെസ്ഫുള്ളായ ഒരു ലൈഫ് ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു വീട്ടിലെത്തി കുറച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യണം, ഒന്ന് എൻജോയ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഞാൻ വീട്ടിൽ വന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ ഒരു ഇതൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ പോലും എൻ്റെ ശ്രദ്ധ കൂടുതലായിട്ടും റെസ്റ്റ് ചെയ്യണം അങ്ങനെ ഒരു മൈൻഡിലേക്ക് ആയിപ്പോയി. അങ്ങനെ എൻ്റെ ഈ സ്കോളർഷിപ്പിനാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് റിസൾട്ട് വന്നാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ 1 മാസമായിട്ടും റിസൾട്ടൊന്നും വരുന്നില്ല. ജൂൺ 6-ാം തീയതി പരീക്ഷ കഴിഞ്ഞു, ജൂലൈ 6 ഇതിൻ്റെ റിസൾട്ടൊന്നും വരുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനിങ്ങനെ ഒരു ഉടമ്പടിയിൽ ഉഴപ്പിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു ബോധ്യം എനിക്ക് തോന്നി. അപ്പോൾ അമ്മയുടെ ഉടമ്പടി പുതുക്കേണ്ട ദിവസം ജൂലൈ 11-നാണ്. അപ്പോൾ ഞാനും അമ്മയും കൂടി ഇവിടെ വന്ന് പുതുക്കാം എന്ന് കരുതി. അപ്പോൾ അന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ അമ്മയ്ക്കും വയ്യ, എനിക്കും ആകെ പോരാൻ പറ്റാത്തൊരവസ്ഥ. പക്ഷെ എൻ്റെ ഉള്ളിൽ തോന്നിയാണ് നീ അവിടെ കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കുക, എന്തെങ്കിലും ഇന്ന് തന്നെ റിസൾട്ട് വരും എന്ന് എൻ്റെ മനസ്സിൽ തോന്നുകയാണ്. ഞാനും അമ്മയും കൂടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അമ്മ പോയി ഉടമ്പടി പുതുക്കി. ഞാനിവിടെ വന്നിട്ട് ഞാൻ ഇവിടെ ഇരുന്നിട്ട് ജസ്റ്റ് എൻ്റെ മൊബൈലിൽ വാട്സപ്പ് ഓണാക്കിയപ്പോൾ വന്നത് റിസൾട്ട് ഔട്ടായി എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ്. അപ്പോൾ അമ്മ ഉടമ്പടി പുതുക്കാൻ പോയി. ഞാനിത് ഇവിടെ ഇരുന്ന് തന്നെയാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ എനിക്ക് പേടിയുണ്ട്, കാരണം ഈ ഇമ്പ്രൂവ്മെൻ്റൊക്കെ ഞാൻ എഴുതിയിരിക്കുന്ന പറഞ്ഞാൽ എനിക്കറിയില്ല, ഞാൻ അത്രയും കഷ്ടപ്പെട്ട് ഉറക്കമില്ലാതിരുന്ന് പഠിച്ചൊക്കെയാണ് ഇത്. പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത, മാനസികമായിട്ട് ഭയങ്കര സ്ട്രെസ് അനുഭവിച്ചാണ് ഞാൻ ആ പരീക്ഷകളൊക്കെ എഴുതിയിരിക്കുന്നത്. അങ്ങനെ പലതും പഠിക്കാൻ പറ്റിയിട്ടില്ല, അറിയാവുന്ന പോലെ എഴുതാൻ പറ്റുന്നില്ല, അങ്ങനെ ഭയങ്കര ഒരു അവസ്ഥയിലാണ് എഴുതിയത്. അങ്ങനെ ഞാൻ ആ റിസൾട്ട് തുറന്നു നോക്കുമ്പോൾ ഏത് പരീക്ഷയ്ക്കാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടായത്, എനിക്ക് ആ വചനം ബലഹീനതയിൽ പൂർണ്ണമായി ശക്തി പ്രകടമാകുന്നത് പറഞ്ഞോ, ആ പരീക്ഷയ്ക്ക് എനിക്ക് ഏറ്റവും ടോപ്പ് ഗ്രേഡ് O ഗ്രേഡ് കിട്ടുകയാണ്. അതുപോലെ തന്നെ ആ സെമ്മിൽ എനിക്ക് കോൺഫിഡൻസ് ഉള്ള ഒരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അതായത് ഞാൻ എല്ലാം പഠിച്ചു, കൃത്യമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിച്ചു. ഞാൻ അതിനുവേണ്ടി കൂടുതലായിട്ട് പ്രാർത്ഥിച്ചില്ല, കാരണം എനിക്ക് ഒരു പ്രത്യേക കോൺഫിഡൻസ്, ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിച്ച പരീക്ഷയ്ക്കാണ് എനിക്ക് മാർക്ക് കുറഞ്ഞതും. എന്നാൽ 0 മെറിറ്റിൽ ഗ്രേസിലൂടെ എനിക്ക് ലഭിച്ചതാണ് മറ്റ് വിഷയങ്ങൾക്ക് O ഗ്രേഡ്. അങ്ങനെ അന്ന് റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടും ഇനി ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒറിജിനൽ ഡിഗ്രി, ട്രാൻസ്ക്രിപ്റ്റ്, അതുപോലെ പല ഡോക്യുമെൻറ്റ്സ് വേണം. അങ്ങനെ ഈ ഒരു സീമിയ എന്ന് പറഞ്ഞിട്ടൊരു ഡോക്യുമെൻ്റ് വേണം ഇറ്റലി വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഈ 15-ാം തീയതി തിങ്കളാഴ്ചയാണ് അതിൻ്റെ പോർട്ടൽ ഓപ്പൺ ആവുന്നത്. ജൂലൈ 15-ന് ഞാൻ രാവിലെ അവരുടെ ഇറ്റാലിയൻ ടൈം അനുസരിച്ച് രാവിലെ എഴുന്നേറ്റ് ഇത് ഓപ്പൺ ചെയ്തു. നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് ഒരാഴ്ചത്തേക്ക് അവർ 800 റിക്വസ്റ്റുകളാണ് അതിൽ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ സമയത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് ഉപ്പും കാശുരൂപൊക്കെ ഞാൻ പിടിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ എൻ്റെ ഫ്രണ്ട്സ് ചെയ്തൊക്കെ ഇത് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ ഓക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി കിട്ടും എന്നിങ്ങനെ വിചാരിച്ച് അത് ചെയ്തു. പക്ഷേ ആ പേയ്മെൻറ്റ് അവിടെ ഫെയിലായി. ആ ആഴ്ചത്തേക്കുള്ള റിക്വസ്റ്റ് ഫുൾ ഫില്ലായി. ഇനി എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ജൂലൈ 15 കഴിഞ്ഞാൽ പിന്നെ അത് ഓപ്പൺ ആവും, 22-ന് അത് ക്ലോസ് ആവും.
ഓപ്പൺ ആവുന്നത് സെപ്റ്റംബർ 9-നാണ്. അപ്പം ഞാൻ അത്രയും നാളത്തേക്ക് എനിക്കിത് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഡോക്യുമെൻ്റ് കിട്ടിയിട്ട് വേണം ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട്. അതുപോലെ ഞാൻ ഒരു ഏജൻറ്റും ഇല്ലാതെയാണ് ഇത് ചെയ്തത്. ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം 1 ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ട് ഏജൻറ്റിനെ വെച്ചാണ് വിസയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ അതാണ് നമ്മുടെ ഏജൻറ്റ്, നമുക്ക് 1 ലക്ഷം രൂപയൊന്നും ഇതിനു വേണ്ടി ചിലവഴിക്കാനായിട്ടില്ല. അപ്പോൾ ഓരോ കാര്യങ്ങളും ഇങ്ങനെ നോക്കി അവസാന നിമിഷമാകുമ്പോഴാണ് നമ്മൾ അറിയുന്നത്, ഓക്കെ ഇങ്ങനെ ചെയ്താലാണ് അത് കിട്ടുക, അങ്ങനെ ചെയ്താലാണ് ഇങ്ങനെ കിട്ടുക എന്നൊക്കെ. അങ്ങനെ അന്ന് എനിക്ക് ആ ഡോക്യുമെൻറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല. സെപ്റ്റംബർ 9 വരെ നോക്കിയിരിക്കേണ്ട അവസ്ഥ. അന്ന് എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. അന്ന് ആ കിട്ടാണ്ടായപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, നീ ഇതൊക്കെ നോക്കി ചെയ്യണ്ടേ എന്ന് പറയാം. അപ്പോൾ ഞാനിത് എന്ത് ചെയ്യാനാണ്, ഇപ്പോൾ എന്താണ് എനിക്ക് ചെയ്യേണ്ടത് മനസ്സിലാവുന്നില്ല. എനിക്ക് അപ്പോൾ വചനം ഉള്ളിൽ വന്നത്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നാണ്. അപ്പം ഞാൻ ചിന്തിച്ചു, ശരിയാണ്. കാരണം ഞാൻ അതിൽ ഏതൊക്കെ കാര്യം ഞാൻ കുറച്ച് കോൺഫിഡൻസോടെ, ദൈവത്തിൽ ഉള്ള കോൺഫിഡൻസ് അല്ലാതെ എൻ്റെ ഒരു കഴിവിലോ അല്ലെങ്കിൽ എന്തായാലും കിട്ടാൻ പോകുന്നതാണ് എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങളൊന്നും നടന്നില്ല. അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം ഇത്രയും നാൾ നോക്കിയിരുന്ന ഈ റിസൾട്ട് വന്ന് ഞാൻ ഇതിന് അപ്ലൈ ചെയ്യാൻ പോയപ്പോൾ അത് ഫെയിലായിപ്പോയി. അങ്ങനെ എനിക്കറിയില്ല ഇതിൽ എന്താണ് ചെയ്യേണ്ടതെന്ന്. എന്നാലും ഞാൻ ഈശോയോട് പറഞ്ഞു, ഈ ഒരു കാര്യം കൊണ്ട് ഞാൻ നിരാശപ്പെടില്ല, നിന്നിലുള്ള വിശ്വാസം ഞാൻ പൂർണ്ണമായും ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ചൊവ്വാഴ്ച അച്ഛൻ്റെ ധ്യാനം കൂടുകയാണ്. ധ്യാനം കൂടി കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് മനസ്സിനൊരു ആശ്വാസം ലഭിച്ചു. അങ്ങനെ ഞാൻ ബൈബിൾ തുറന്ന് നോക്കി. ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് ഏശയ്യ 54-ാം അധ്യായം 4-ാം വാക്യമാണ്. നിമിഷ നേരത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, മഹാകരുണയോടെ ഞാൻ നിന്നെ വീണ്ടെടുക്കുന്നു. അപ്പോൾ ഈ വചനം ഞാൻ ഇതിനു മുന്നേ കാണാറുണ്ടായിരുന്നു. ഭയപ്പെടേണ്ട, നീ ലജ്ജിതയാവുകയില്ല, നീ അപമാനിതയാവുകയില്ല എന്ന്. പക്ഷേ അതിന് താഴേക്ക് ഞാൻ വായിക്കാറില്ല. എപ്പോഴും എനിക്ക് കിട്ടാറുള്ളൊരു വചനമാണിത്. പക്ഷേ അന്ന് ഞാനത് താഴോട്ടിങ്ങനെ വായിച്ച് പോയപ്പോൾ ഈശോ പറയുന്നുണ്ട്, ക്ഷണനേരത്തേക്ക് നിന്നിൽ നിന്ന് ഞാൻ മുഖം മറച്ചു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല എന്ന്. അത് മതിയായിരുന്നു എനിക്ക്, എത്ര നാൾ വേണമെങ്കിലും കാത്തിരിക്കാൻ. ഞാൻ അന്ന് ഉറപ്പിച്ചു, ഈശോ കുറച്ച് നേരത്തേക്ക് എന്നിൽ നിന്ന് മുഖം മറച്ചിരിക്കാം, പക്ഷേ മഹാകരുണയോടെ എന്നെ വീണ്ടെടുക്കുന്നുള്ള വിശ്വാസത്തിൽ ഞാനിരുന്നു. അതിൻ്റെ താഴോട്ട് വായിച്ചു പോയപ്പോഴാണ് നോഹയുടെ കാലം പോലെയാണ് എനിക്കിത് എന്ന് ഉള്ളൊരു വചനം ഞാൻ ശ്രദ്ധിക്കുന്നത്. അതെന്നെ സ്ട്രൈക്ക് ചെയ്യാൻ കാരണം, ഈ റിസൾട്ട് വരാതെ ജൂലൈ സമയത്ത് ഇരുന്ന സമയത്ത് ഞാൻ വചനം എടുത്തിരുന്നു. എനിക്ക് എന്നായിരിക്കും, ഇനി എത്ര നാൾ ഞാൻ കാത്തിരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ വചനം എടുത്ത സമയത്ത് കിട്ടിയത് ഉൽപ്പത്തിയുടെ പുസ്തകം 8-ാം അധ്യായമാണ്, ജലപ്രളയത്തിൻ്റെ അന്ത്യം എന്ന് പറഞ്ഞിട്ട്. അതിൽ പറയുന്നത്, 7-ാം മാസം 17-ാം ദിവസം പെട്ടകം അറാറാത്ത് പർവ്വതത്തിൽ പ്രവേശിച്ചു. 10 മാസത്തേക്ക് വെള്ളം കുറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഓരോ ഡേറ്റുകൾ പറഞ്ഞിട്ട് ജലപ്രളയത്തിൻ്റെ അന്ത്യം വിവരിക്കുന്നുണ്ട്. അപ്പോൾ ജൂലൈയിലാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ജൂലൈ 17 എന്നൊരു ഡേറ്റ് അന്ന് എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ വിചാരിച്ചു ജൂലൈ 17 ആയിരിക്കും റിസൾട്ട് വരിക. പക്ഷേ അന്നൊന്നല്ല വന്നത്, ജൂലൈ 11-ന് റിസൾട്ട് വന്നു. അങ്ങനെ 15-ന് ഈ ഡോക്യുമെൻ്റ് ചെയ്യുന്നത് ഫെയിലായി. 16-ന് ഞാൻ ധ്യാനം കൂടിയിരിക്കുമ്പോഴാണ് എനിക്ക് ഈ വചനം കിട്ടുന്നത്, നോഹയുടെ കാലം പോലെയാണ് ഇത് എനിക്കെന്ന്. അപ്പോൾ എനിക്കിത് ഓർമ്മ വന്നു, ഇതിനു മുന്നേ എനിക്ക് കിട്ടിയത് നോഹയുടെ കാലത്ത് ജലപ്രളയത്തിൻ്റെ വാക്യമാണല്ലോ. അത് ഞാൻ പോയി ഒന്നുകൂടി ഇരുന്ന് വായിച്ചു. അപ്പോൾ അതിൽ പറയുന്ന 7-ാം മാസം 17-ാം ദിവസം പെട്ടകം അറാറാത്ത് പർവ്വതത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞിട്ട്. അന്ന് മുതൽ ഞാൻ കാത്തിരിക്കാൻ തുടങ്ങി. അടുത്തത് ഈശോ തന്നെ ഇടപെടുന്നതാണിത്, ഇത് ഫെയിലായതും അതുകൊണ്ട് തന്നെ ആയിരിക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ എനിക്ക് വചനം കിട്ടി. അതിൻ്റെ അടുത്ത വചനം 10 മാസത്തേക്ക് വെള്ളം കുറഞ്ഞുകൊണ്ടിരുന്നു. 10-ാം മാസം 1-ാം ദിവസം എന്ന് പറഞ്ഞൊരു ഡേറ്റും കൂടെ കണ്ടു. അപ്പോൾ ഈ ഒരു ഡേറ്റ് ഞാൻ വിചാരിച്ചു, ഇനി എല്ലാം ശരിയായി, ഞാൻ പോകുന്നത് ഒക്ടോബർ 1-നായിരിക്കും എന്ന് വിചാരിച്ചിരുന്നു. അപ്പോഴും എൻ്റെ റീവാലുവേഷന് ഞാൻ കൊടുത്തിരുന്നു. അതിൻ്റെ ഒന്നും റിസൾട്ട് വന്നിട്ടില്ല. അത് വന്നിട്ട് ഈ ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാമെന്ന് കരുതി ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് വിശ്വാസത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഒരു തീഷ്ണത ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അങ്ങനെ കുറഞ്ഞു വരുന്ന സമയത്ത് ഞാൻ അന്ന് എന്നൊക്കെ തീഷ്ണത കുറഞ്ഞ് പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരു ചെറിയ വീഴ്ച വന്നിട്ടുണ്ടോ, അന്നൊക്കെ ഞാൻ എടുത്ത തീരുമാനങ്ങൾ മണ്ടത്തരങ്ങളായി പോയി എന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി. കുറേ നാൾ ഞാൻ ഈ റിവാലുവേഷൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. പിന്നീട് എനിക്ക് തോന്നി ഓഗസ്റ്റ് 15-ാം തീയതി മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നി. ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി, ഇനി റിവാലുവേഷന് വേണ്ടിയൊന്നും വെയിറ്റ് ചെയ്യേണ്ട, നേരെ ഡൽഹി പോയിട്ട് ഒറിജിനൽ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ നേരെ തത്കാൽ ടിക്കറ്റ് എടുത്ത്, ഫ്രണ്ട്സിൻ്റെ സഹായത്തോടെ ടിക്കറ്റൊക്കെ എടുത്ത് ഞാൻ
ഒറ്റയ്ക്ക് ഡൽഹിക്ക് പോവുകയാണ് ഈ സർട്ടിഫിക്കറ്റുകൾ റെഡിയാക്കാൻ വേണ്ടി. അവിടെ ചെന്ന് 21 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ 40 ദിവസത്തിനുള്ളിൽ കിട്ടുമെന്ന് പറഞ്ഞ പല ഡോക്യുമെൻറ്റ്സും സമയ ചുരുക്കത്തോടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ച്, ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് ചെയ്തിട്ടുണ്ടോ അതെല്ലാം സമയ ചുരുക്കത്തിൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഞാനായിട്ടാണ് ഓരോ കാര്യത്തിനും ഡിലേ വരുത്തിക്കൊണ്ടിരുന്നത്. ഞാൻ വേണ്ടത്ര അന്വേഷിക്കാതെ അല്ലെങ്കിൽ മടി പിടിച്ചിരുന്നിട്ടാണ് പലതും സമയം ചുരുങ്ങിപ്പോയത്. എന്ന് ഞാനായിട്ട് ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് അത് ചെയ്ത് ഇങ്ങോട്ട് തിരിച്ചു കിട്ടുന്ന ഓരോ ഡോക്യുമെൻറ്റ്സിൻ്റെയും തിരിച്ചു കിട്ടുന്നതെല്ലാം സമയ ചുരുക്കത്തിലാണ് മാതാവ് എനിക്ക് ചെയ്തു തന്നിട്ടുള്ളത്. അങ്ങനെ ഡൽഹി പോയി എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ശരിയായി. ഡോക്യുമെൻറ്റ്സ് ശരിയായി കഴിഞ്ഞിട്ട് ഈ സെപ്റ്റംബർ 9-ാം തീയതിയാണ് പിന്നീട് ഈ അന്ന് മുടങ്ങിപ്പോയ ആ പേയ്മെൻറ്റ് ചെയ്ത് ഡോക്യുമെൻ്റ് ചെയ്യേണ്ടത്. അന്ന് തിരിച്ച് ഞാൻ സെപ്റ്റംബർ 6-ന് ഡൽഹിയിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തി. സെപ്റ്റംബർ 8-ാം തീയതി ഞാനും അമ്മയും ഇവിടെ വന്ന് ധ്യാനം കൂടാനായിട്ട് വന്നു. പക്ഷെ അന്ന് ധ്യാനം ഉണ്ടായിരുന്നില്ല, അടുത്ത ദിവസത്തേക്ക് എന്തോ മാറ്റിയിരുന്നു. പക്ഷേ ഇവിടെ ഇരുന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് മാതാവിൻ്റെ അനുഗ്രഹം തേടിയിട്ട് പോയി. ഇത്തവണ ഞാൻ ഉറപ്പിച്ചു, ഇത് ഇനി എൻ്റെ കഴിവിലല്ല, ഞാൻ എടുത്തു ചാടി ചെയ്തതൊക്കെ തെറ്റായിപ്പോയി, അതിലെനിക്ക് ഫെയിലായിപ്പോയി. പക്ഷേ ഇത്തവണ ഇതിൽ എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് വേറൊരു വഴിയില്ല. ഇത്രയും വലിയൊരു സംഭവം കിട്ടിയിട്ട് ഈ ഒരു കാര്യത്തിൻ്റെ പേരിൽ ഇതെല്ലാം തെറ്റിപ്പോകും. അപ്പോൾ ഞാൻ അങ്ങനെ ബലഹീനതയിലാണ് പൂർണ്ണമായ ശക്തി എന്നുള്ള വചനത്തിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഞാനിരുന്നു. അങ്ങനെ 9-ാം തീയതി രാവിലെ പേയ്മെൻറ്റ് ചെയ്തു. അത് ശരിയായി, കറക്റ്റായിട്ട് എനിക്ക് അപ്ലൈ ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ഈ ഡോക്യുമെൻ്റ് അപ്ലൈ ചെയ്താലും അത് കിട്ടാനായിട്ട് ഒരുപാട് താമസമൊക്കെ ചിലപ്പോൾ വരാം. അങ്ങനെ പല കുട്ടികൾക്കും ഒരാഴ്ച 2 ആഴ്ച അങ്ങനെ 2 മാസം വരെ എടുത്ത കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇത് ഞാൻ അപ്ലൈ ചെയ്ത് 4 ദിവസത്തിനുള്ളിൽ എനിക്ക് ഈ ഡോക്യുമെൻ്റ് കിട്ടുകയാണ്. സീമിയ ഡോക്യുമെൻ്റ് എനിക്ക് കിട്ടി. ആ ഡോക്യുമെൻ്റ് കിട്ടി. ഞാൻ പ്രീ എൻറോൾമെൻറ്റിന് അപ്ലൈ ചെയ്തു. പ്രീ എൻറോൾമെൻറ്റ് കിട്ടി. പക്ഷേ വിസയ്ക്ക് വേണ്ട ഏറ്റവും വലിയൊരു സംഭവമാണ് ഫണ്ട് എന്നുള്ളത്. ഇറ്റലി വിസ എന്ന് പറഞ്ഞാൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതിന് അപ്ലൈ ചെയ്തവർക്കറിയാം. അതായത് ബാക്കി സ്ഥലങ്ങളിലെ പോലെ ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ട് എടുത്തിട്ട് നമ്മൾ ഇത്ര ലക്ഷം അതിലിട്ടാൽ പോരാ. കൃത്യമായിട്ട് അത് എൻ്റെ സോഴ്സ് ആരെങ്കിലും സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ അത് പാരൻസിന് മാത്രമേ സ്പോൺസർ ചെയ്യാൻ പറ്റുള്ളൂ. പാരൻസ് സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ അവരുടെ വർക്കിംഗ് ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായി വേണം. ലാസ്റ്റ് മിനിറ്റ് ഡെപ്പോസിറ്റ് ഒന്നും പാടില്ല. അങ്ങനെ വളരെ കുറേ നിബന്ധനകളുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഏജൻറ്റിനെ ഒന്നും വെച്ചിട്ടുമില്ല. ഇതെല്ലാം കൂടി എങ്ങനെയാണ് എനിക്കറിയില്ല. ഞാൻ ഈ ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പാണ് ഞാൻ നിയോഗത്തിൽ വെച്ചത്. ഫുള്ളി ഒരു സ്കോളർഷിപ്പ് എങ്ങനെയെങ്കിലും ലഭിക്കും എന്ന് വിചാരിച്ച് ഞാൻ കാത്തിരുന്ന് ഞാൻ ഫണ്ടിൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കിയില്ല. ലാസ്റ്റായപ്പോൾ എന്തായാലും ലോൺ എടുത്താൽ എഡ്യൂക്കേഷൻ ലോൺ വഴി നമുക്ക് വിസ അപ്ലൈ ചെയ്യാം എന്ന് കേട്ട് ഞാൻ കാനറ ബാങ്കിൽ ലോണിന് അപ്ലൈ ചെയ്യാണ്. പക്ഷേ ഈ നാഷണലൈസ്ഡ് ബാങ്കുകൾക്ക് ഒന്നും നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് തരില്ല. അവർ ഡയറക്റ്റ് യൂണിവേഴ്സിറ്റിക്ക് അല്ലെങ്കിൽ ലിവിങ് എക്സ്പെൻസിലേക്കാണ് അത് തരുള്ളൂ, അക്കൗണ്ടിൽ പൈസ തരില്ല. പക്ഷേ വിസയ്ക്ക് വേണ്ടിയിട്ട് അക്കൗണ്ടിൽ 12 ലക്ഷം കാണണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു സാരില്ല, അക്കൗണ്ടിൽ വന്നില്ലെങ്കിലും ഇത് സാങ്ഷനായി എന്നൊരു ലെറ്റർ വെച്ച് ചെയ്യാം എന്ന് വിചാരിച്ച് ഇതിന് അപ്ലൈ ചെയ്യാണ്. ഓഗസ്റ്റിൽ അപ്ലൈ ചെയ്തെങ്കിലും കുറേ താമസമായിട്ട് ഇതും കിട്ടുന്നില്ല. അപ്പോൾ ഈ ലോണിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ ക്ലാസ് സെപ്റ്റംബർ 30-ന് അവിടെ തുടങ്ങുകയാണ്. സെപ്റ്റംബർ 17 എനിക്ക് പ്രീ എൻറോൾമെൻ്റ് ഒക്കെ കിട്ടി. എന്നിട്ടും വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പോലും എനിക്ക് പറ്റുന്നില്ല. വിസയ്ക്ക് അപ്ലൈ ചെയ്താലും ഇനി സമയമെടുക്കും എന്ന് പറയുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ ഈ ഒക്ടോബർ 1 10-ാം മാസം 1-ാം ദിവസം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കിട്ടിയ വചനം എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഒക്ടോബർ 1-നെങ്കിലും ഇൻ്റർവ്യൂവിന് സ്ലോട്ട് എടുക്കണം എന്ന് ഞാൻ കുറേ നാളായി വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ നമ്മൾ കറക്റ്റ് സമയത്ത് അത് എടുത്തില്ലെങ്കിൽ അത് കിട്ടുകയില്ല. അപ്പോൾ ഓരോ ദിവസവും ഞാൻ ഇന്ന് സാങ്ഷൻ ആവുമായിരിക്കും, സാങ്ഷനായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നിട്ട് എനിക്ക് അത് വരുന്നില്ല. അവർ പിന്നെയും ഡിലേ ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും രണ്ടും കൽപ്പിച്ച് മാതാവാണ് ഏജൻ്റ് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയാണ്. മാതാവ് ഇടപെട്ടിട്ട് അത് ചെയ്തു തരും. ഓരോ കാര്യങ്ങളും തെറ്റിപ്പോകുമ്പോൾ എനിക്ക് മനസ്സിലാകുകയാണ് അത് 0 മെറിറ്റ്, എൻ്റെ മെറിറ്റ് കൊണ്ടല്ല അത് കിട്ടുന്നതെന്ന് പൂർണ്ണമായും എന്നെ ബോധ്യപ്പെടുത്താനുള്ള ഓരോ കാര്യങ്ങളാണ് എൻ്റെ മുന്നിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ 21-ാം തീയതി ഞാൻ നോക്കുമ്പോൾ ഒക്ടോബർ 1-ന് ഡേറ്റ് ഉണ്ട്. അതിൽ പറയുകയാണ് ഒക്ടോബർ 1 ഏർലിയസ്റ്റ് അപ്പോയിൻമെൻറ്റ്. അതായത് അന്ന് ഞാൻ അത് എടുത്തില്ലെങ്കിൽ എനിക്ക് ഒക്ടോബർ 1 കിട്ടില്ല. ഞാൻ രണ്ടും കൽപ്പിച്ചത് എടുക്കുകയാണ്. അത് എടുത്തു കഴിഞ്ഞിട്ട് എൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒന്നും റെഡി ആവുന്നില്ല. അക്കോമഡേഷൻ റെഡി ആയിട്ടില്ല, ടിക്കറ്റ് എടുത്തിട്ടില്ല, ലോൺ സാങ്ഷൻ ആയിട്ടില്ല. ഒരു ഡോക്യുമെൻറ്റ്സ് ഇല്ലാതെ ഞാൻ വെച്ചിരിക്കുകയാണ്. 23-ാം തീയതി സെപ്റ്റംബറിലാണ് എൻ്റെ ഉടമ്പടി പുതുക്കേണ്ട ഡേറ്റ്. ജൂണിൽ ഞാൻ വന്നിട്ട് ഇവിടെ തീർത്ഥാടന ഉടമ്പടി വന്നെടുത്തു. അത് പുതുക്കിയത് സെപ്റ്റംബർ 23-നാണ്. അപ്പോൾ ഉടമ്പടി പുതുക്കി കഴിഞ്ഞിട്ട് ഞാൻ പാസ്പോർട്ട് കൊണ്ടുവന്നിട്ട് അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് എടുത്ത് പ്രാർത്ഥിച്ചു, അപ്പോയിൻമെൻറ്റ് ലെറ്റർ വെച്ച് പ്രാർത്ഥിച്ചു. ആ ഒരു ബലം, ഉടമ്പടിയുടെ ധൈര്യം മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ.
അപ്പോൾ നമ്മളിത് റീഷെഡ്യൂൾ ചെയ്യണം. നമ്മുടെ കയ്യിൽ നമ്മൾ ഇൻ്റർവ്യൂവിന് പോകാൻ തയ്യാറല്ല, റീഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ നമ്മളത് ചെയ്യേണ്ടത് 2 ദിവസം മുൻപാണ്. അപ്പോൾ 28-ാം തീയതിയായി, ലോണില്ല, അക്കോമഡേഷൻ ഇല്ല, ഒന്നും എൻ്റെ കയ്യിലില്ല. അക്കോമഡേഷൻ ഞാൻ നേരത്തെ നോക്കി വെച്ചിരുന്നതൊക്കെ ഫില്ലായിപ്പോയി. ലാസ്റ്റ് മിനിറ്റ് ആയപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ ഏജൻറ്റിനോട്, മറ്റു കുട്ടികൾ ചെയ്ത ഏജൻറ്റുമാരോടും അങ്ങനെയൊക്കെ ചോദിച്ച് കഴിയുമ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ വെച്ചിട്ട് കാര്യമില്ല, വെറുതെ റിജക്ഷൻ വാങ്ങണ്ട, ഇത് പണിയാവുള്ളൂ എന്നെല്ലാവരും പറഞ്ഞു. അപ്പോഴും ഈ ഒരു ഒറ്റ വചനത്തിൻ്റെ ധൈര്യത്തിൽ ഞാനിത് അമ്മയോട് പറഞ്ഞു, നമുക്ക് സാരില്ല, ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നു. എനിക്ക് നിയോഗത്തിൽ വെച്ചത് ഒക്ടോബർ 1 മുൻപ് എല്ലാ ഡോക്യുമെൻസും റെഡി ആവണം. അതുപോലെ അന്ന് ധ്യാനത്തിന് ഇതിൽ ഞാൻ വന്ന് ഇവിടെ പ്രാർത്ഥിച്ച സമയത്ത് എനിക്ക് ഞാൻ നിയോഗത്തിൽ വെച്ചത് എല്ലാ ഡോക്യുമെൻസും റെഡി ആവണം, ഇവിടെ വന്ന് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റണം, പഠനത്തിനായി പോകും മുൻപ് സാക്ഷ്യം പറയാൻ പറ്റണം എന്നുള്ളതാണ് ഞാൻ വെച്ചിരുന്നത്. അങ്ങനെ ഞാൻ സെപ്റ്റംബർ 30-ാം തീയതി എനിക്ക് ഒരാൾ വഴി അക്കോമഡേഷൻ പെട്ടെന്ന് ഞാൻ ചോദിച്ച ആൾ എനിക്ക് ഇങ്ങോട്ട് ചെയ്ത് തരുവാണ്. അതുപോലെ എല്ലാ കാര്യങ്ങളും, ടിക്കറ്റൊക്കെ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ചെയ്ത് കിട്ടുവാണ്. അത്ഭുതകരമായിട്ട് അങ്ങനെ ഒക്ടോബർ 1 ലോൺ സാങ്ഷൻ ആയിട്ടില്ല, ലോണിൻ്റെ ലെറ്ററും ഇല്ല. ആകെ വെച്ചിരുന്നത് അമ്മേനെ ഞാൻ സ്പോൺസറാക്കി വെക്കാൻ ശ്രമിച്ചു. അമ്മയുടെ വർക്കിംഗ് ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു. പക്ഷേ അമ്മയുടെ അക്കൗണ്ടിലും ബാലൻസ് ഇല്ല. ലാസ്റ്റ് മിനിറ്റ് ഡെപ്പോസിറ്റാണ് ഞങ്ങളൊരു 3.5 ലക്ഷം ചെയ്തത്. അത് റിജക്ഷൻ വരാനുള്ള എല്ലാ കാരണങ്ങളും എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എന്നിട്ടും ഉടമ്പടിയിലും മാതാവിലും വിശ്വസിച്ച് ഞാനത് കൊടുക്കുകയാണ്. ഒക്ടോബർ 1 ഞാൻ കാശുരൂപം പിടിച്ചാണ് ഇൻ്റർവ്യൂ ചെയ്തത്. അവിടെ എത്തുന്നവരെ എനിക്ക് ടെൻഷൻ ഉണ്ടായെങ്കിലും ഇൻ്റർവ്യൂവിൻ്റെ സമയം മുഴുവൻ എനിക്ക് വളരെ സന്തോഷത്തോടെ അത് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് ഒക്ടോബർ 13-ാം തീയതി ഞാനിവിടെ അമ്മയുടെ ഒപ്പം വന്ന് ധ്യാനം കൂടി ഞാനിവിടെ ദിവ്യകാരുണ്യ ഈശോയുടെ രൂപം എഴുന്നള്ളിച്ച് വെച്ച് ധ്യാനം തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് ഈശോയുടെ പ്രസൻസ് ഫീൽ ചെയ്യാണ്. എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈശോ എൻ്റെ അടുത്ത് വന്നു എന്ന് എനിക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ ഞാനത് ധ്യാനം കൂടി പ്രാർത്ഥിച്ചു. ഈ നിയോഗം പുതുക്കിയ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നി 10 ദിവസം എന്ന് എഴുതാൻ തോന്നി. അതായത് ഒക്ടോബർ 1 ഞാൻ ഇൻ്റർവ്യൂവിന് അപ്പിയർ ചെയ്തു, 10 ദിവസം തോന്നാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഈ 10 ദിവസം. ഞാൻ വിചാരിച്ചു ഇനി 10 ദിവസം കൊണ്ട് വിസ കിട്ടണമെന്നാണോ, അതൊന്നും പോസിബിൾ ആയിരിക്കില്ല. പക്ഷെ എന്നാലും അങ്ങനെ എഴുതാൻ തോന്നി, ഞാൻ എഴുതി. അത് ഞാൻ അമ്മയോട് പറഞ്ഞു 10 ദിവസം എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. പക്ഷേ 10 ദിവസം കഴിഞ്ഞ് 11-ാം തീയതിയായിട്ട് ഒന്നും വന്നിട്ടില്ല. ഞാൻ 13-ാം തീയതി ഇവിടെ ധ്യാനം കൂടി പ്രാർത്ഥിച്ചു. എനിക്ക് ഭയങ്കരമായ ഒരു ആത്മീയ അഭിഷേകം ലഭിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ ഉള്ളിൽ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ തോന്നി 10 ദിവസം എന്നുള്ളത് നീ 10 വർക്കിംഗ് ഡേയ്സ് ആണ്, അത് നീ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഹോളിഡേയ്സും സാറ്റർഡേ സൺഡേ എല്ലാം ഒഴിവാക്കി ഞാൻ 10 ദിവസം എണ്ണി നോക്കിയപ്പോൾ അത് ഒക്ടോബർ 17-ാം തീയതിയാണ്. 10 ദിവസം കഴിഞ്ഞ് 17-ാം തീയതി. അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു, ഇങ്ങനെ 17-ന് ഡേറ്റ് കിട്ടുന്നുണ്ട്, എനിക്കറിയില്ല. ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് ഞാനത് വീട്ടിൽ പോയി. പിന്നീടും ഈ എംബസിയിലെ കുട്ടികളുള്ള ഗ്രൂപ്പുകൾ നോക്കുമ്പോൾ ഈ റിഫ്യൂസലിൻ്റെയും റിജക്ഷൻ്റെയും ഡീറ്റെയിൽസാണ് ഞാൻ കാണുന്നത്. ലാസ്റ്റ് മിനിറ്റ് ഡെപ്പോസിറ്റ്, അങ്ങനെ റിജക്ഷൻ വരാനുള്ള എല്ലാ കാരണങ്ങളും എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ 17-ാം തീയതി ഞാനിങ്ങനെ നോക്കുമ്പോഴും എൻ്റെ വാട്സപ്പിൽ എനിക്ക് ലഭിക്കുന്ന എല്ലാം റെഫ്യൂസലാണ്. ഞാനപ്പോൾ മാധവനോട് പറഞ്ഞു, ഈ പ്രീ റെഫ്യൂസൽ പോലും ഇല്ലാതെ കിട്ടണമെങ്കിൽ അത്ര വലിയ അത്ഭുതമാണെങ്കിലും അതെനിക്ക് ചെയ്തു തരാമോ എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് വന്ന് ഞാൻ വചനം എടുത്തപ്പോൾ എൻ്റെ ആത്മാവ് നീ എന്തിന് നെടുവീർപ്പെടുന്നു, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക എന്നുള്ളൊരു വചനമാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞാൻ ഫോൺ ചാർജ് ചെയ്തിട്ടിട്ട് ലാപ്ടോപ്പിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പോയിട്ട് ചാർജ് മാറ്റി ഫോൺ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് അവിടെ മെയിൽ വന്നിരിക്കുകയാണ്, യൂണിവേഴ്സിറ്റിയിൽ പോർട്ടലിൽ നിന്ന് എൻ്റെ വിസ ഇഷ്യൂ ചെയ്തു എന്ന് പറഞ്ഞ്. അത് 17-ാം തീയതിയാണ് എനിക്ക് വരുന്നത്. അപ്പോൾ സമയ ചുരുക്കത്തോടെ മാതാവ് കൃത്യമായിട്ട് എൻ്റെ അടുത്ത് വന്നു, എന്നെ ഈ കാര്യത്തിൽ സഹായിച്ചു എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമാണ്. അങ്ങനെ 17-ാം തീയതി വന്ന് നവംബർ 9-ാം തീയതി നാളെയാണ് ഞാൻ ഇറ്റലിക്ക് പോകുന്നത്. 12 ലക്ഷം വേണ്ടി വരുമെന്ന് എല്ലാവരും പറഞ്ഞ സ്ഥലത്ത് വെറും 3.5 ലക്ഷം വെച്ചിട്ടാണ് ഞാൻ ഇതിന് അപ്ലൈ ചെയ്യുന്നത്. അതും മാതാവ് കാണിച്ചു തന്ന കൃത്യമായ ഡേറ്റിൽ തന്നെ എനിക്ക് ലഭിക്കുകയുണ്ടായി. അതുപോലെ ഉടമ്പടിയിലൂടെ ഒരുപാട് ആത്മീയമായി വളരാനും എന്നും ദിവ്യബലിയിൽ പങ്കെടുക്കാനും 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിച്ച് ആത്മീയമായിട്ട് ഒരുപാട് വളരാനും ചുറ്റുമുള്ള ആരെങ്കിലും എന്തെങ്കിലും സങ്കടം പറയുമ്പോൾ അവർക്ക് ഉടമ്പടിയിലൂടെ ധൈര്യപ്പെടുത്താനും ഉടമ്പടിയെപ്പറ്റി കൂടുതലായി പറയാനും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, വചനങ്ങൾ, സ്റ്റാറ്റസ് ഇടുക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ആദ്യം ബുദ്ധിമുട്ടായിരുന്നു. ഡൽഹിയിലൊക്കെ പഠിക്കുമെന്ന് പറഞ്ഞാൽ എൻ്റെ ചുറ്റുമുള്ളവർ ഒരു 90% പേരും ദൈവത്തിൽ വിശ്വസിക്കുന്നവരല്ല. ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതൊരു ചെറിയ കാര്യം അല്ലെങ്കിൽ ഒരു മണ്ടത്തരമൊക്കെയായി കാണുന്ന കുറേ പേര് എൻ്റെ ചുറ്റിലുണ്ടായിരുന്നു. ഒരു പക്ഷേ ഈ സാക്ഷ്യം കാണുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വിചാരിക്കുക എന്നെ മനസ്സിൽ പരിഹസിച്ചേക്കാം. പക്ഷേ എങ്കിലും ഇന്ന് ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുമ്പോൾ ആത്മീയമായിട്ട് ഒരുപാട് വളരാനും
സാധിച്ചതിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. ദൈവത്തിൽ വിശ്വാസമില്ലാതിരുന്ന പല ഫ്രണ്ട്സ് പോലും ഇപ്പോൾ വചനം വായിച്ചും എൻ്റെ വചനം കണ്ട് അവർക്കും ഒത്തിരി ആശ്വാസം ലഭിക്കുന്നു എന്ന് ഞാൻ അറിയുന്നതിൽ സന്തോഷം. കാരുണ്യപ്രവൃത്തികളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഓൾഡ് ഏജ് ഹോമിൽ പോയി അവരെ സന്ദർശിക്കുക എന്നുള്ള കാര്യങ്ങളായിരുന്നു. അതുപോലെ കഴിയുന്ന വിധത്തിൽ എന്നെ കഴിയാവുന്ന രീതിയിൽ അക്കാഡമിക്കലി ആയാലും മറ്റുള്ളവരെ സഹായിക്കാനും കഴിയുന്ന പൈസ ദാനം ചെയ്യാനും അങ്ങനെയെല്ലാം സാധിച്ചു. ഇനിയും ഒത്തിരി കൃപയിൽ വളരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള സ്കോളർഷിപ്പ് എനിക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും ഒരു വഴിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ദൈവം എന്നെ നടത്തും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഇനി നാളെ മുതൽ ഞാൻ റോമയിൽ പോയി സാക്ഷ്യം പറയാനുള്ള അവസരമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ദൈവകൃപയ്ക്ക് ഈശോയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി. വിശുദ്ധ ഗ്രന്ഥത്തിൽ ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 10-11 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു. വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ. സകലതും അറിയുന്ന അവൾ എൻ്റെ പ്രവൃത്തികളിൽ എന്നെ ബുദ്ധിപൂർവ്വം നയിക്കും. തൻ്റെ മഹത്വത്താൽ അവൾ എന്നെ പരിപാലിക്കും. സോന ഡേവിസ് തൻ്റെ അനുഭവ സാക്ഷ്യം നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധയോടും വ്യക്തതയോടും കൂടിയാണ് ഈ മകള് ഈ സാക്ഷ്യം ഇവിടെ പങ്കുവെച്ചത്. താൻ എന്ത് ചെയ്യുന്ന വ്യക്തിയായിരുന്നെന്നും, അതായത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ BSc ഫിസിക്സ് ഐച്ഛിക വിഷയമായിട്ടെടുത്ത് ഈ മകൾ പഠിക്കുന്നതിൻ്റെ 6th സെമസ്റ്ററിലാണ്. സെമസ്റ്റർ പൂർത്തിയാക്കിയിട്ടില്ല. അപ്പോഴാണ് തനിക്ക് ഇങ്ങനെ യൂറോപ്യൻ യൂണിയൻ്റെ ഉപരിപഠനത്തിനായിട്ട് പോകണം, അതിനുള്ള ഒരു ചാൻസൊക്കെ വരുന്നത്. പിന്നീട് അങ്ങോട്ടൊക്കെ നാം കേട്ട കാര്യങ്ങളാണ് എല്ലാം. അതായത് പിന്നീട് അത് എങ്ങനെയാണ് ഈ മകൾ അതിൻ്റെ ഓരോ വഴികളിലൂടെയും നടന്നത്. ഇവിടെ താൻ പറഞ്ഞു നിർത്തുന്നത്, ഡൽഹിയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവിടെ ദൈവവിശ്വാസമോ ഈശ്വര ചിന്തയോ ഇല്ലാത്തതിൻ്റെ ഒരു നടുവിലാണ് ഞാനൊക്കെ നിന്നത്. എൻ്റെ കൂട്ടുകാരിതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ അവരെന്നെ പരിഹസിച്ചെന്നിരിക്കും. എന്നാൽ എനിക്കിത് എൻ്റെ ഈശോയും അമ്മയും തന്ന വലിയൊരു കൃപയാണ്. അതായത് ഉപരിപഠനത്തിനായിട്ട് ഇറാസ്മസ് മുണ്ടസ് ജോയിൻ മാസ്റ്റേഴ്സ് ആ ഒരു യൂറോപ്യൻ യൂണിയൻ്റെ ഉപരിപഠനത്തിനായിട്ട് ആ ഒരു ഫീസ് വെയ്വറൊക്കെ തനിക്ക് കിട്ടുന്നതാണ് ഈ മകൾ ഇവിടെ പങ്കുവയ്ക്കുക. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ഇതൊരു പാഷനായിരുന്നു ഈ മകൾക്ക്. തനിക്ക് ഫിസിക്സിൽ ഈ ഒരു ഉപരിപഠനം നടത്തണം. ഈ ഒരു പാഷൻ, ആ ഒരു അതിനോടുള്ള ഒരു അഭിനിവേശം എന്ന് തന്നെ പറയാം. തനിക്ക് പഠിക്കണം. ഈ പഠനത്തിന് തൻ്റെ വീട്ടിൽ 25,000 പോലും എടുക്കാൻ സാഹചര്യങ്ങളില്ല. പിന്നെ എങ്ങനെ 25 ലക്ഷം? എല്ലാം വളരെ വ്യക്തമാണ്, സുതാര്യമാണ് സാക്ഷ്യത്തിൽ. അങ്ങനെ പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എങ്ങനെയാണ് തിരുവചന വായന, അതായത് ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം സുവിശേഷത്തിൽ 1:45 തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നുണ്ട്. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. പരിശുദ്ധ അമ്മയെ എലിസബത്ത് പ്രകീർത്തിച്ചുകൊണ്ട് പറയുന്നതാണ്. ഈ ഒരു വചന വായനയാണ് പിന്നീട് ഈ മകളുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ കഴിയുക. എന്തിനും ഏതിനും തിരുവചനത്തിലൂടെയുള്ള യാത്ര, അതിലൂടെ ഈ മകൾക്ക് കിട്ടുന്ന ഓരോ വെളിപ്പെടുത്തലുകൾ അതൊക്കെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുകയാണ്. ഇതൊന്നും വെറുതെ അല്ല, ഇതൊക്കെ ഈശോ തന്നെയാണ് എന്നോട് സംസാരിക്കുന്നത്. അങ്ങനെ തൻ്റെ അമ്മ എങ്ങനെയാണ് ഈ മകളുടെ ഒരു മെൻറ്ററാകുന്നത്. അമ്മ ഈ മകൾക്ക് ബലം കൊടുക്കുന്നുണ്ട്, അമ്മയോട് ഓരോന്ന് പറയുന്നുണ്ട്. തൻ്റെ അമ്മയുമായിട്ടാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ തൻ്റെ അമ്മ നൽകുന്ന ബലത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുവാനായിട്ടുള്ള ഒരു കൃപ ഈ മകൾക്ക് ലഭിച്ചു. പിന്നീട് തനിക്ക് എങ്ങനെയാണ് ആ 25 ലക്ഷം എന്നുള്ളത്, അതൊരു സെൽഫ് ഫണ്ടായിരുന്നെങ്കിൽ പിന്നീട് അത് സ്കോളർഷിപ്പായിട്ട് എങ്ങനെ മാറുന്നു. അതുപോലെ ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ തൻ്റെ വിസയ്ക്ക് 12 lakhs വേണം. അതൊന്നും തങ്ങൾക്കതില്ല. അപ്പോഴൊരു 3.5 lakhs വെച്ച് അത് ഈ മകളെ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നു. എന്നാൽ അതുമൊക്കെ എത്ര വളരെ ക്ലിയറായിട്ട്, അതുകൊണ്ടാണ് സമയ ചുരുക്കവും ഭാരലഘുത്വവും ഒക്കെ ഇവിടെ എങ്ങനെയാണ് അമ്മ മാതാവ് ഈ മകളെ ആ ഒരു വഴിയിലൂടെ കൊണ്ടു നടക്കുന്നത്. അത് 21 വയസ്സുള്ള
സോന ഡേവിസിന് വളരെ വ്യക്തമാണ്. ഇതൊന്നും തനിക്കും തൻ്റെ കുടുംബത്തിനും എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത ഒരു കാര്യം. ഇന്ത്യയിൽ നിന്ന് തന്നെ 3-4 വ്യക്തികൾ മാത്രം പോകുന്ന ഒരു കോഴ്സ്, അതിന് തനിക്ക് പങ്കെടുക്കാനായിട്ട് കഴിയുന്നു. ഇത് തൻ്റെ മെറിറ്റ് അല്ല. താൻ വെറും 0 മെറിറ്റിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയും ഈശോയും ഉടമ്പടിയിലൂടെ തന്നെ എടുത്ത് ഉയർത്തിയത്? തനിക്കിന്ന് എങ്ങനെയാണ് ഈ ഒരു കോഴ്സിന് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിച്ചത്? അതുകൊണ്ട് തന്നെയാണ് തിരുവചനം വീണ്ടും അരുളി ചെയ്യുന്നുണ്ട്. 1 ദിനവൃത്താന്തത്തിൻ്റെ പുസ്തകത്തിൽ, കർത്താവായ ദൈവമേ, അവിടുന്ന് എന്നെ ഈ നിലയിലെത്തിക്കാൻ ഞാനോ എൻ്റെ കുടുംബമോ എന്തുള്ളൂ? കർത്താവെ, ഈ ദാസന് വേണ്ടി ഈ വലിയ കാര്യങ്ങളെല്ലാം അവിടുന്ന് സ്വമനസ്സായി ചെയ്തിരിക്കുന്നു, അവ പ്രസിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. അതെ, അതുമാത്രം നമുക്കിവിടെ കാണുവാൻ കഴിയുക. നമുക്ക് കരങ്ങളടിച്ച് ഈ മകളെ നടത്തിയ ഓരോ വഴികൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം.